സുഹൃത്ത് യാത്രയപ്പ് സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡന്റും ഫെഡറേഷൻ്റെ മുൻ വൈസ് പ്രസിഡന്റുമായ PK കമറുദ്ദീൻ സാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് ശ്രീ ആഷിഖ് MM കമാലിനെ ക്ഷണിക്കുന്നു. ശ്രീ യൂണിയൻ്റെ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന ആസിഫ് സാറ്, പിന്നെ ബാക്കി ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് പേരുടെ പേരുണ്ട്, ഇത്രയും സമയം നമ്മൾ കളയണ്ട. അപ്പം എനിക്ക് ആദ്യമേ ഒരു അഭ്യർത്ഥന, നമ്മുടെ ഇനി ഒത്തിരി പേര് പ്രസംഗിക്കാനുണ്ട്, അപ്പം അവരും കഴിയുന്നതും ചുരുക്കി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ഡിമാൻഡുകൾ രാവിലെ ഒക്കെ സംസാരിച്ചു. നമ്മുടെ സെക്രട്ടേറിയറ്റ് പാറ്റേൺ ഉണ്ട്, അത് പിന്നെ അതുപോലെ മാത്രമല്ല, പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഒരിടത്ത് പോലും നമുക്ക് ഓപ്ഷൻ കിട്ടിയിട്ടില്ല. സെക്രട്ടേറിയറ്റ് ജീവനക്കാരാണ് അവിടെയൊക്കെ പോയിരിക്കുന്നത്. അവർക്ക് അവിടെ എന്താ കാര്യം? നമ്മുടെ ജീവനക്കാർക്കല്ല കൊടുക്കേണ്ടത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ മീറ്റിങ്ങുകളോടുകൂടി പ്രമേയങ്ങൾ പാസ്സാക്കി ഗവൺമെന്റിനെ സമീപിക്കണം എന്ന് മാത്രം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളിയെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ സവിനയം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ പ്രിയങ്കരനായ ഫെഡറേഷൻ ഓഫ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ മുൻ പ്രസിഡന്റും കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ നേതാവുമായ ശ്രീ കമറുദ്ദീൻ, സ്വാഗതം ആശംസിച്ച ശ്രീ ആഷിഖ്, ഇന്ന് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട മന്ത്രിമാരായ ശ്രീ K. ബാബു, ശ്രീ KC ജോസഫ്, ഈ സംഘടനയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ബെന്നി ബെഹനാൻ, ഈ സുഹൃത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറും സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ശ്രീ J. ബെൻസി, ഇന്ന് യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന എന്നാൽ നേരത്തെ ഈ സുഹൃത്ത് സമ്മേളനത്തിൽ പങ്കെടുത്ത PSC എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ AK സാദിഖ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സതീഷ് ടോൺ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ശ്രീ ഗിരീശകുമാർ, ശ്രീ രാജഗോപാൽ, ശ്രീ ജോൺസൺ, ശ്രീ ബാബു, ശ്രീ ജയൻ ചാലിൽ, ശ്രീ പീറ്റർ അഗസ്റ്റിൻ, ശ്രീ CV വിജേഷ്, ഫിഷറീസ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ കുഞ്ഞു മുഹമ്മദ്, അതോടൊപ്പം ഈ സംഘടന വളരെ കാലം ശക്തമായി ഇതിൻ്റെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ സമരത്തെ ശക്തമായി പരാജയപ്പെടുത്തുവാനും അതോടൊപ്പം ഈ സംഘടനയെ ഉന്നതങ്ങളിലെത്തിക്കുവാനും ശ്രമിച്ച നമ്മളിൽ നിന്നും പിരിഞ്ഞുപോയ ശ്രീ അബ്ദുൽ അസീസ്, ശ്രീ ആൻസൺ, ഈ വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷം തോന്നി. കാരണം ഈ ഹാള് തിങ്ങി നിറഞ്ഞ് രാവിലെ
ഫെഡറേഷൻ്റെ 17ാം സമ്മേളനവും യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ 33ാം വാർഷിക സമ്മേളനവും ഈ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2 വർഷം തികയാൻ പോകുമ്പോൾ, മെയ് 18-ന് 2 വർഷം തികയാൻ പോകുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടു കൂടി ശ്രീ ശിവകുമാറിനും ശ്രീ അബ്ദുൽ അസീസിനും ആൻസനും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പറയാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വരാൻ പോകുന്ന 15-ാം തീയതി ഇന്ത്യയിലെ തന്നെ ആദ്യമായി 11 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച റെക്കോർഡ് സൃഷ്ടിച്ച ശ്രീ KM മാണി സാറിന്റെ കയ്യിൽ നിന്നും നമ്മൾ വളരെയേറെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും കേരളത്തിലെ ജനാധിപത്യ സർവീസ് സംഘടന നേതാക്കളും പ്രവർത്തകരുമെല്ലാം പെൻഷൻ പ്രായം നമ്മുടെ 58-ഉം പങ്കാളിത്ത പെൻഷൻകാർക്ക് 60-ഉം എന്നുള്ള ഒരു തീരുമാനം വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗം കേരളത്തിലെ സർക്കാർ ജീവനക്കാർ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചെടുത്തു. കാരണം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരുന്നപ്പോൾ ME ബേബിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരോട് ഒരു കരുണയും കാണിച്ചില്ല. പെൻഷൻ പ്രായത്തിന്റെ കാര്യത്തിൽ വരെ തോമസ് ഐസക് എടുത്ത നിലപാട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അത് അപ്പാടെ തള്ളിക്കൊണ്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. കാരണം ഏകീകരണം നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ പെൻഷൻ പറ്റാൻ കാത്തിരിക്കുന്ന ജീവനക്കാർക്ക് അത് ഒരു ഇരുട്ടടി എന്നോളം ആയിരുന്നു പെൻഷൻ ഏകീകരണം. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 56-ൽ തുടക്കമിടുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കൂടിയാണ്. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് ശ്രീ ബെൻസിക്കറിയാം, ശിവകുമാറിനറിയാം. കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 2 മാസങ്ങൾ പിന്നിടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് ഞങ്ങളെല്ലാം വിളിച്ച് ഒരു സായാഹ്നത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഗവൺമെന്റ് വരുന്നതിന് വേണ്ടി കേരളത്തിലെ ജനാധിപത്യ സർവീസ് സംഘടനകൾ അഹോരാത്രം പണിയെടുത്തു. പക്ഷെ നിങ്ങൾ ചോദിച്ച ഒരേ ഒരു കാര്യം പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ള മുഖ്യ ഡിമാൻഡ്. എന്റെ മനസ്സിലുള്ളതും പെൻഷൻ പ്രായം 58, ആദ്യം 58-ൽ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പും സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെയും സെന്ററുടെയും നേതാക്കൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണുമ്പോഴും അദ്ദേഹം പറഞ്ഞത്, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ തന്നെയായിരിക്കും, വ്യത്യാസം ഉണ്ടാവുകയില്ല. കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകൾ, സർവീസ് സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, SFI, DYFI, AIFI എല്ലാം ആ ബഡ്ജറ്റിന് ഒരാഴ്ചകൾക്ക് മുമ്പ് തന്നെ പന്തം കൊളുത്തി ഇങ്ങനെ ഇറങ്ങി തിരിച്ചു. എന്താ? ഇവിടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ കേരളം ഒരു തീപ്പന്തമാക്കി മാറ്റും, അല്ലെങ്കിൽ ഇവിടെ അരാജകത്വം സൃഷ്ടിക്കും എന്നുള്ള രീതിയിൽ സമരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കും എന്നതായിരുന്നു അന്നത്തെ പ്രചരണം. പക്ഷെ ഒരു ചുക്കും സംഭവിച്ചില്ല. നമ്മുടെ നേതാക്കൾക്ക് അവസാനം പേടിയായി. ഓർക്കുക, അന്ന് 56 ആക്കുമ്പോൾ ഒരൊറ്റ ദിവസത്തെ സമരം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷക്കാരനും DYFI-കാരനും AIFI-കാരനും ഒരൊറ്റ സമരം കൊണ്ട് അവസാനിച്ചു. പെൻഷൻ പ്രായം 56 ആക്കി തുടങ്ങുന്ന ദിവസം ഞാൻ അന്ന് ഇടുക്കി കളക്ടറേറ്റിൽ ഒരു സമര പരിപാടിയുമായിട്ട് പോകുമ്പോൾ 2-ാം ദിവസം ഇടുക്കി കളക്ടറേറ്റ് ഉൾപ്പെടെ കേരളത്തിന്റെ കളക്ടറേറ്റുകളിൽ DYFI-യും AIFI-കാരനും ഉപരോധം സൃഷ്ടിക്കുവാൻ 1000 പേരെ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കളക്ടറേറ്റിൽ പൈനാവിൽ ചെല്ലുമ്പോൾ ആ കളക്ടറേറ്റിൽ എത്തപ്പെടാൻ തന്നെ പാടാ. ഒരു 500ഓളം പോലീസുണ്ട് ഈ 1000 പേരെ തടുക്കാൻ വേണ്ടി. പക്ഷെ അവിടെ 12:30 മണിക്ക് വന്നത് 200-ന് താഴെ ആളുകൾ. DYFI-യും AIFI-യും അന്ന് സമരത്തിന് വേണ്ടി പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അന്ന് 58 ആക്കിയിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കുകയായിരുന്നു. പക്ഷെ സർക്കാരിനും മാണി സാറിനും മുഖ്യമന്ത്രിക്ക് ഒരു പേടി വന്നു. 58 പെട്ടെന്നാക്കിയാൽ എന്തെങ്കിലും വലിയ
സമരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കുമോ എന്നുള്ള, അത് യൂത്ത് കോൺഗ്രസിൻ്റെതായാലും ഡിവൈഎഫ്ഐയുടേതായാലും, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഈ ബഡ്ജറ്റിലും നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഗവൺമെന്റ് വാരി പോസ്റ്റുകൾ നൽകുന്നത്. പുതിയ പുതിയ തസ്തികകൾ ഓരോ മന്ത്രിസഭാ യോഗം കഴിയുമ്പോഴും പുതിയ തസ്തികകൾ ഇങ്ങനെ പെരുമഴക്കാലം പോലെ വാരിക്കോരി കൊടുക്കുക. ഈ ഏറ്റവും അവസാനം ലീഗൽ മെട്രോളജിയിൽ 15 പോസ്റ്റ്, തൊട്ടു മുമ്പുള്ള മന്ത്രിസഭാ യോഗത്തിൽ 2000-ഓളം പോസ്റ്റുകൾ പഞ്ചായത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 964 പുതിയ LD ക്ലർക്കുമാരെയും അത്രയും തന്നെ പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും പുതിയ പോസ്റ്റുകൾ നൽകിക്കൊണ്ട് ചരിത്രത്തിലാദ്യം ഒരു ഗവൺമെന്റ് 2000-ഓളം പോസ്റ്റുകൾ പഞ്ചായത്തുകളിൽ അനുവദിച്ചു എന്ന് പറയുമ്പോൾ അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഈ അത്ഭുത മുഖ്യമന്ത്രിയെ കൊണ്ട് കഴിയും, ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിയും. എന്തിനു പറയുന്നു? 52,000-ഓളം 22 മാസക്കാലം കൊണ്ട് 52 ഷാദിക്ക് കൃത്യമായ കണക്ക് രാവിലെ പറഞ്ഞു കാണുമെന്ന് തോന്നുന്നു. PSC വഴി 52,000-ഓളം പോസ്റ്റുകൾ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നിട്ട് പോലും വീണ്ടും 3 മാസക്കാലം കൂടി, 6 മാസം പിന്നെ 3 മാസം അങ്ങനെ നീട്ടിക്കൊടുത്തുകൊണ്ട് കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് PSC വഴി ജോലി കൊടുക്കുവാനുള്ള ഈ ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം അത് ഇടതുപക്ഷ സർവീസ് സംഘടനകൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ആദ്യം സ്വാഗതം പറഞ്ഞതുപോലെ കൂടുതൽ ദീർഘമായി കടന്നു പോകുന്നില്ല. എങ്കിലും നിങ്ങൾ ഓർക്കണം, ഈ ഗവൺമെന്റ് 3 ക്ഷാമബത്ത ഈ ഗവൺമെന്റിന്റെ അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ചു 7%, 24% ശമ്പളത്തോടൊപ്പമുള്ള ക്ഷാമബത്ത കൂടെ 21 കൂടെ ആയപ്പോൾ 45%, വീണ്ടും ഒരു 8% പ്രഖ്യാപിക്കാൻ പോകുന്നു ഏപ്രിൽ ആദ്യം. അതിനു മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് 8% പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം, വിലക്കയറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർ, ഒരു മിഡിൽ ഇൻകം ഇതിൽ നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം ആഴ്ച തോറും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുന്നു. ഗ്യാസിന്റെ സബ്സിഡി എടുത്തു കളഞ്ഞു, 6 ആക്കി, ഇപ്പോൾ 9 ആക്കി, അത് 12 ആക്കണം എന്ന് വളരെ ശക്തമായി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മിഡിൽ ഇൻകത്തിൽ കഴിയുന്ന സർക്കാർ ജീവനക്കാർ, അവർക്ക് ഒരു മാസം തള്ളി നീക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം വില വളരെ വളരെ കൂടുന്ന ഒരു സാഹചര്യം, പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. അത് ഉമ്മൻചാണ്ടി ആയാലും മൻമോഹൻ സിംഗ് ആയാലും വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കർഷക തൊഴിലാളിക്കും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും എല്ലാവർക്കും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോ ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അപ്പൊ ആ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകണം. പിന്നെ ഉള്ളതെന്താ? ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുവാൻ മാർക്സിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയനും എടുക്കുന്ന നിലപാടുകൾ. കുടുംബശ്രീക്കാരെ കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം പാചകം ചെയ്ത് 72 മണിക്കൂർ സമരം നടത്തി പരാജയപ്പെട്ടു. പിന്നെ ഇവിടെ കയറിയത് മിച്ചഭൂമി സമരവുമായി. അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, അമ്പെ പരാജയപ്പെട്ടു. പോലീസ് അറസ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ കുടില് കെട്ടി അവിടെ ഇരുന്ന് വൈകുന്നേരം കോടിയേരി ബാലകൃഷ്ണൻ സംഘവും ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. അവിടെ പരാജയപ്പെട്ടപ്പോൾ പിന്നെ എവിടെ നോക്കിയത്? നമ്മുടെ മേഖലയിൽ ഒരു പണിമുടക്ക്. അതിൽ പിടിച്ചതാരെയാണ്? CH അശോകൻ എന്ന് പറയുന്ന FSCTയുടെ 7 വർഷക്കാലം ജനറൽ കൺവീനറായിരുന്ന NGO യൂണിയന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി 2007 റിട്ടയർ ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത ജോലി എന്താ? ഓഞ്ചിയത്തെ ഏരിയ സെക്രട്ടറിയാക്കി. പിന്നെ ഒരു കുറിപ്പൂടെ കൊടുത്തു. എന്താ? ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ ഭൂമുഖത്ത് നിന്നും ഉന്മൂലനാശം ചെയ്യണം. അതിനുള്ള ജോലി, കൊട്ടേഷൻ ജോലി ശ്രീ CH അശോകൻ കൊടുത്തു. ശ്രീ ബാബുവിനെ പോലുള്ള കണ്ണൂരിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾക്കറിയാം, അവരെല്ലാം ശക്തമായി മാർക്സിസ്റ്റുകാരോട് നേരിട്ടുകൊണ്ട് ഈ സംഘടന കെട്ടിപ്പടുക്കുമ്പോൾ അവിടെ CH അശോകൻ എന്ന് പറയുന്ന കൊലയാളി അശോകനെ മാർക്സിസ്റ്റ് പാർട്ടി NGO യൂണിയന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനവും FSCTയുടെ കൺവീനർ സ്ഥാനവും ഒഴിയുമ്പോൾ കൊടുത്ത ജോലി നിങ്ങൾ ആലോചിക്കുക. ഒരു സർക്കാർ ജീവനക്കാരന് ഒരു ചെറുപ്പക്കാരനെ കൊല്ലുവാനുള്ള കൊട്ടേഷൻ വാങ്ങിക്കൊണ്ട് 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ആ ചെറുപ്പക്കാരനെ കൊല്ലുവാനുള്ള ശ്രമങ്ങൾ നടന്നു. 3ാമത്തെ പ്രാവശ്യം 51 വെട്ടുകളുമായി ആ ചെറുപ്പക്കാരൻ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അതിൽ 8ാം പ്രതിയായി ശ്രീ CH അശോകൻ വന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. NGO യൂണിയന്റെ 28 വർഷക്കാലം തലപ്പത്തിൽ നിന്ന് കേരളത്തിൽ അച്യുതാനന്ദൻ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നപ്പോൾ കേരളത്തിന്റെ ഭരണം
സ്വന്തം കയ്യിലിട്ട് അമ്മാനമാടിയ ഇന്നിപ്പോൾ 72 ദിവസക്കാലം ജയിലിനുള്ളിൽ കടന്നുമില്ലേ? കയ്യാനം വെച്ച് TV ചാനലിൽ കൂടി കാണുന്ന ഒരു നേതാവിനെ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സർക്കാർ ജീവനക്കാരെ നയിച്ച അശോകനാണോ ഇത്? ആ അശോകനെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിണറായി വിജയൻ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന എറണാകുളത്തിനടുത്തുള്ള സ്ഥലത്ത് ഒരുമിച്ച് കണ്ട് അവിടെ വെച്ച് തീരുമാനമെടുത്ത് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുവാൻ സർക്കാർ ജീവനക്കാരെ പണിമുടക്കിലേക്ക് കൊണ്ടുവരണം അശോകനെ ചുമതലപ്പെടുത്തി. അവിടെ വിജയിച്ചു. ആരെ? ചന്ദ്രശേഖരനെ ഈ ഭൂമുഖത്തിൽ നിന്ന് അവസാനിപ്പിച്ചു. അത് 3ാമത്തെ അറ്റത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുവാൻ പിണറായി വിജയൻ ഏൽപ്പിച്ചത് CH അശോകനെ, വിശ്വസ്തനായ അശോകനെ. പക്ഷെ അവിടെ പരാജയപ്പെട്ടു പോയി. നമ്മൾ കണ്ടല്ലോ, പങ്കാളിത്ത പെൻഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കി. ഇവിടെ KSRTC-യിലെ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം. അത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും വരരുതേ. 10, 15, 20 കൊല്ലം കഴിയുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ആര് ഭരിച്ചാലും ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളിൽ പങ്കാളിത്ത പെൻഷനായി. അത് ഇന്ത്യയിൽ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അത് വ്യാജ പ്രചരണങ്ങൾ നടത്തി. യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ശ്രീ അബ്ദുൽ ഹഫീസൊക്കെ ആ പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോട് പറഞ്ഞു. എന്തൊക്കെ കാട്ടിക്കൂട്ടി. വനിതാ ജീവനക്കാരോട് ഇപ്പോൾ വലിയ സ്നേഹമാണല്ലോ, നാളെ വനിതാ ദിനമായി ആചരിക്കുക ഇല്ലേ? എന്ത് സ്നേഹമായിപ്പോൾ മാർക്സിസ്റ്റുകാർക്ക്. ഡൽഹിയിലെ ഒരു പെൺകുട്ടിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം, പിന്നെ സൂര്യനെല്ലി എന്തെല്ലാമാണ് കരഞ്ഞ് കണ്ണുനീർ വാഴ്ത്തുന്നത്. അവർ ഇവിടെ 6 ദിവസം പണിമുടക്ക് നടക്കുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്ത് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരം വരെ വനിതാ ജീവനക്കാരോട് കാണിച്ചത് കരിയായി പ്രയോഗവും നായ്ക്കുരുണി പൊടി വിതരണവും പിന്നെ എന്തെല്ലാം ഒരിക്കലും കാണാനും കേൾക്കാനും പാടില്ലാത്ത തെറിയഭിഷേകം ഉൾപ്പെടെ കാണിച്ചു കൂട്ടിയ സഖാക്കൾ അവരാണ്. പങ്കാളിത്ത പെൻഷൻ അവസാനം 6 ദിവസം കഴിയുമ്പോൾ അർദ്ധരാത്രിയിൽ 10 മണിക്ക് എത്തേണ്ട മാണി സാർ 10 എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ മാണി സാർ മനഃപൂർവ്വം താമസിച്ചു. 12 മണി വരെയായി. സാധാരണ 10 മിനിറ്റ് കൊണ്ട് കുളി അവസാനിപ്പിക്കുന്ന മാണി സാർ യാത്ര കഴിഞ്ഞ് വന്നു. 1 മണിക്കൂർ കുളിയും പിന്നെ ബാക്കി പൂജയും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി 12:30 മണി കഴിഞ്ഞു കാണുമ്പോൾ അപ്പോൾ തലയിൽ കൊണ്ടിട്ടിരിക്കുക ആരാ? ശ്രീകുമാറും അതോടൊപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ നേതാക്കൾ ഉൾപ്പെടെ ഒന്ന് ആലോചിച്ച് നോക്കുക. 50 വർഷത്തെ ചരിത്രം പറയുന്ന NGO യൂണിയൻ എന്ന് പറയുന്ന സഖാവ് പത്മനാഭനും ബാലനും വരദരാജൻ ഉൾപ്പെടെയുള്ളവർ നയിച്ച സംഘടനയിൽ നിന്ന് നാണം കെട്ട് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ വസതിയിലും മാണിയുടെ സാറിന്റെ വസതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന സാഹചര്യം. എത്രയാ നഷ്ടം? 4000 മുതൽ 10000 രൂപ വരെ 6 ദിവസത്തെ ഡൈസ്റ്റോണിനുണ്ടായ നഷ്ടം. അതിൽ കൂടുതൽ വരും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർക്കില്ലേ? ഇത് എന്ത് നേടി, എന്തുണ്ടാക്കിയെടുത്തു? ഒരേ ബെഞ്ചിൽ ഒരേ മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ജീവനക്കാരോട് സഭ്യമല്ലാത്ത ഭാഷ മുതൽ എന്തും കാട്ടിക്കൂട്ടുവാൻ ഈ സമരത്തിൽ മാർക്സിസ്റ്റുകാരന്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പിന്നെയും അങ്ങനെ പോകുമ്പോൾ ആ പണിമുടക്ക് ദയനീയമായി പരാജയപ്പെടുമ്പോൾ നമുക്ക് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഗവൺമെന്റ് എല്ലാം ചെയ്ത് കൂട്ടിയെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം 9ാം ശമ്പള കമ്മീഷൻ വരുമ്പോൾ യൂണിവേഴ്സിറ്റിക്കാരോട് കാണിച്ച തെറ്റായ സമീപനം തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. ഉമ്മൻചാണ്ടി സാറിന് യൂണിവേഴ്സിറ്റിയെ പറ്റി നല്ലതുപോലെ അറിയാം ഇല്ലേ? വളരെ നല്ലതുപോലെ, നമ്മളെക്കാൾ കൂടുതൽ അറിയാം. പക്ഷെ അവരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ കാര്യത്തിൽ അതോടൊപ്പം തന്നെ അതിന്റെ അനോമലികൾ പരിഹരിക്കുമ്പോൾ അതിലുണ്ടായ പാകപ്പിഴകൾ തീർച്ചയായും തെറ്റായ ഒരു തീരുമാനമായിരുന്നു. അത് തിരുത്തണം എന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വരുന്ന 15-ാം തീയതി വളരെ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ചരിത്രത്തിലാദ്യമായി 86-ൽ തുടക്കമിടുവാൻ, പെൻഷൻ പ്രായം തുടക്കമിടുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇത് 60-ലേക്ക് ഈ 4 വർഷക്കാലം കൊണ്ട് എത്തണം. അത് 58-ൽ ഈ ബഡ്ജറ്റിൽ 58 പിന്നെ 60-ലേക്ക് പോവുകയും പങ്കാളിത്ത പെൻഷൻ പുതിയതായി കടന്നു വരുന്നവർക്ക് 60 എന്നുള്ള ആ ഇതിലേക്ക് പോവുകയും ചെയ്താൽ തീർച്ചയായും ഈ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകുവാൻ കഴിയും. മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ നേതാക്കൾ പറയും. തീർച്ചയായും ഈ സമ്മേളനം ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ ഈ 17ാമത് വാർഷികവും അതോടൊപ്പം തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ 33ാമത് സമ്മേളനവും തീർച്ചയായും വളരെ ഗംഭീരമായ, മുഖ്യമന്ത്രിയും നമുക്കറിയാം ഇന്നത്തെ പ്രത്യേക സാഹചര്യം, തിരുവനന്തപുരത്തുണ്ടായ സാഹചര്യങ്ങൾ നമുക്കറിയാം.
ഇവിടെ ശ്രീ കെ ബാബു മന്ത്രി പറഞ്ഞതുപോലെ അവരുടെ കൂടെ നിൽക്കുന്നവരാണ് വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ തവണ പൊളിഞ്ഞു പോയത്. അല്ലാതെ UDF നിന്നാരും പോയിട്ടില്ല. ഇന്നിങ്ങനെ ചാക്കുമായി കാത്തിരിക്കുന്നു പിണറായി വിജയൻ ആളുകളെ ഇവിടുന്ന് കളക്ട് ചെയ്യുവാൻ വേണ്ടി. പക്ഷേ സെൽവരാജ് പോയത് ഇവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ 5 വർഷക്കാലം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പാറശാലയിൽ നിന്നും വിജയിച്ച് വീണ്ടും അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം കൊടുത്ത് നെയ്യാറ്റിങ്കരയിൽ നിന്നും വിജയിച്ചു വന്ന സെൽവരാജ് 1 വർഷം കഴിയുമ്പോൾ ആ പാർട്ടിയുടെ പീഡനം ഏറ്റുവാങ്ങി കോൺഗ്രസിലേക്ക് കടന്നു വന്ന് രാജിവെച്ച കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് 6800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ പിറവത്ത് നമ്മൾ കാണിച്ചല്ലോ, ബെൻസിയും അതോടൊപ്പം ശിവകുമാർ ഉൾപ്പെടെ എല്ലാവരും അവിടെ വന്നു. എന്താ 170 വോട്ട് 6 മാസം കഴിയുമ്പോൾ 12,700 വോട്ടായി മാറിയത് ജനങ്ങൾ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ 3.5 കോടി ജനങ്ങളെ ഉറക്കമില്ലാതെ ഇങ്ങനെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചിറകിൻ കീഴിൽ മുന്നോട്ട് പോകുവാൻ കഴിയും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായിരുന്നു 170 12,700 വോട്ടായി മാറിയത്. അത് മനസ്സിലാക്കുവാൻ പിണറായി വിജയനും മാർക്സിസ്റ്റുകാരനും NGO യൂണിയൻകാരനും FSCTOക്കാരനും ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾക്കും കഴിഞ്ഞാൽ 3 വർഷക്കാലം കൂടി ഗവൺമെന്റ് അധികാരത്തിലിരിക്കും. കേരളത്തിൽ പുതിയൊരു കേരളമാക്കി മാറ്റുവാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അത്ഭുത മനുഷ്യന് കഴിയുമെന്ന് തെളിയിക്കുവാൻ നമുക്കും കൂടി കഴിയണം. അതിന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒരുമിച്ച് നിന്ന് ഈ ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം, ഈ സുഹൃത്ത് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ. ആശംസ പറയുന്നതിന് വേണ്ടി ശ്രീ ജെ ബെൻസി, കൺവീനർ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ. അദ്ദേഹം സെറ്റോയുടെ സംസ്ഥാന കൺവീനർ കൂടിയാണ്. പക്ഷേ സർവകലാശാല ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ വളരെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനാ നേതാവ് കൂടിയാണ് ശ്രീ ബെൻസി. യോഗാധ്യക്ഷൻ ശ്രീ PK കമറുദ്ദീൻ, സ്വാഗതം പ്രാസംഗികനായ ആഷിഖ്, എൻ്റെ പ്രിയപ്പെട്ട ശ്രീ വി സുകുമാർ, ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ശ്രീ KV മുരളി, ശ്രീ ഹരിഗോവിന്ദ്, ശ്രീ A ശശി, കൈമനം പ്രഭാകരൻ, ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻ, ടി തോമസ്, ഗിരീഷകുമാർ, UV രാജഗോപാൽ, ജോൺസൺ, KD ബാബു, ഏഞ്ചലി, പീറ്റർ അഗസ്റ്റിൻ, CV രാജേഷ്, മറ്റ് വേദിയിലെ പ്രിയ ആരാധ്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സെക്രട്ടേറിയറ്റ് പാരിറ്റിയെക്കുറിച്ച് നേരത്തെ ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ആൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞാൻ തുടങ്ങാം. നമ്മൾ സെക്രട്ടേറിയറ്റ് സമാന സർവീസുകൾക്ക് മുൻകാലങ്ങളിലൊക്കെ സമാനമായ പാരിറ്റിയും ശമ്പള സ്കെയിലും ഒക്കെ നിലനിന്നിരുന്നു. ഒരു ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ അതിൽ ചില വകുപ്പുകൾക്ക് യൂണിവേഴ്സിറ്റിയും ലോക്കൽ ഫണ്ടുമൊക്കെ അല്പം താഴോട്ട് പോയി. സംഭവിച്ചു പോയത് തികഞ്ഞ അനീതിയാണ്. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും മറ്റ് സമാന സംഘടനകളും സെറ്റോ സംവിധാനവും ഒക്കെ അത് വളരെ ഗൗരവപൂർവ്വം നോക്കിക്കാണുന്ന വസ്തുതകളാണ്. വരും കാലങ്ങളിലെങ്കിലും നമുക്ക് ആ ന്യൂനതകൾ പരിഹരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം സമാനമായ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ സമാനമായ തസ്തികയിൽ പ്രവേശിച്ച് ഒരേ തരത്തിലുള്ള ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരേ സമാനമായ തസ്തികയിലിരിക്കുന്നവർക്ക് തുല്യമായ ശമ്പള സ്കെയിലും തുല്യമായ വേതനവും സേവന വ്യവസ്ഥകളും അത് തികഞ്ഞ ന്യായം തന്നെയാണ്. അത് യാഥാർത്ഥ്യവൽക്കരിച്ചപ്പെടുകയേ പറ്റുകയുള്ളൂ. നമുക്ക് സംഭവിച്ചു പോയി. പക്ഷേ എന്നിരുന്നാലും അടുത്ത കാലത്ത് ഞങ്ങൾ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ ശ്രമഫലമായി നമ്മൾ കൊണ്ടുവന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തിക, അത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പ്രത്യേകം പറയുകയുണ്ടായി, ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് സമാനമായി എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെ നടപ്പിലാക്കണം. സെക്രട്ടേറിയറ്റ് വകുപ്പ് മാത്രം വേണ്ട, സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ മാത്രം നിവേദനമായിരുന്നു.
എന്നിരുന്നാലും ഞങ്ങൾ പറയുകയുണ്ടായി, ഇത് ഞങ്ങൾക്ക് മാത്രമായിട്ടല്ല, സെക്രട്ടേറിയറ്റിന് സമാനമായി വരുന്ന എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെ നടപ്പാക്കണം. അതുകൊണ്ട് തന്നെ അത് ഉത്തരവായി വന്നപ്പോൾ സെക്രട്ടേറിയറ്റിന് മാത്രമല്ല, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നിവേദനത്തിൻ്റെ പുറത്ത് വന്ന ആ തസ്തിക പുനർനാമകരണം അത് നടപ്പിലാക്കപ്പെട്ടപ്പോൾ സെക്രട്ടേറിയറ്റിനും PSCക്കും യൂണിവേഴ്സിറ്റിക്കും ലോക്കൽ ഫണ്ടിനും എന്ന് വേണ്ട ഇതൊന്നും അറിയാതെ കിടന്ന രാജ്ഭവനിലവർക്കും അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ നമ്മുടെ സെറ്റോ സംവിധാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഇവർക്കുമൊക്കെ അത് ലഭിക്കുവാനുള്ള സാഹചര്യം വരും. അത് ഞങ്ങൾ എടുത്തൊരു നിലപാടുകളായിരുന്നു കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ. കാരണം ഇനിയുള്ള പോക്കുകളിലെല്ലാം ഒരുമിച്ച് പോവുക, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് പോവുക, എല്ലാവർക്കും തുല്യമായ പരിഗണന കിട്ടിക്കൊണ്ട് പോകുക, അർഹമായ പരിഗണന എല്ലാവർക്കും കിട്ടിക്കൊണ്ട് പോകുക. ആ ഒരു നിലപാടിൻ്റെ ഫലമായി നമുക്ക് സെക്രട്ടേറിയറ്റിന് സമാനമായിരുന്ന എല്ലാവരെയും കൂടെ പരിഗണിച്ച് തുല്യമായ പരിഗണന നൽകി അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുപോയി. ഒരു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പുനർനാമകരണം കിട്ടി. ഞങ്ങളതിന് പുതിയ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോയത്. ദൗർഭാഗ്യവശാൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അതെല്ലാം വെട്ടിമാറ്റിയത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും അതിൻ്റെ പിന്നിലുണ്ടായ കോലാഹലങ്ങളൊക്കെ. കാരണം വെറും ഒരു തസ്തിക പുനർനാമകരണമായിട്ട് പോലും അത് തരാൻ ധനകാര്യ വകുപ്പ് തയ്യാറായില്ല. അവസാനം മാസങ്ങളോളമായ ഫയലുകൾ പിടിച്ചു വെച്ചു. ഞങ്ങൾ പല പ്രാവശ്യം പോയി സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഞങ്ങൾക്കൊരു മന്ത്രിയെ കാണാനോ ഒരു സെക്രട്ടറിയെ കാണാനോ ആരുടെയും അനുവാദമൊന്നും മേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് പോലും പല പ്രാവശ്യവും കാണാൻ പറ്റിയില്ല. അവസാനം അതൊരു സംഘർഷത്തിൻ്റെ പാതയിലേക്ക് പോയി, വലിയ പ്രശ്നത്തിൻ്റെ പാതയിലേക്ക് പോയി. തിരുവനന്തപുരത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ അത് ഒരാഴ്ചയോളം ആഘോഷിക്കുന്ന വാർത്തയായിരുന്നു. എനിക്കെതിരേക്ക് അച്ചടക്ക നടപടിയും കാര്യങ്ങളും ഒക്കെയിലേക്ക് കാര്യങ്ങൾ പോയി. സസ്പെൻഡ് ചെയ്യാനായിട്ട് ഫയൽ എഴുതി പോയി. അവസാനം ഞങ്ങൾ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. മുഖ്യമന്ത്രിയെ കൊണ്ട് ഫയൽ വിളിച്ചു വരുത്തി ഞങ്ങൾ ഓർഡർ ഇടിയിച്ചു. ഞങ്ങൾ ഉദ്ദേശിച്ച കണക്ക് തന്നെ സെക്രട്ടേറിയറ്റിന് തുല്യമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും തുല്യമായി നടപ്പിലാക്കിക്കൊണ്ട് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഞങ്ങളെ കൊണ്ട് നടപ്പിൽ കൊണ്ടുപോകും. അതോടൊപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇനി അത് ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് വിട്ടത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഓഫീസറുടെ തൊട്ട് താഴെ സെക്ഷൻ ഓഫീസർ ഇല്ലാത്തപ്പോൾ സീനിയർ സൂപ്രണ്ട് താഴെ ജൂനിയർ സൂപ്രണ്ട് പോലെ ഓരോ സെക്ഷനിലും ഓരോ ആളെന്ന നിലയ്ക്ക് ഉള്ള നിയമനമായിരുന്നു. അതൊക്കെ ഫിനാൻസ് വെട്ടിമാറ്റി ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അടുത്ത ശമ്പള പരിഷ്കരണം വരുമ്പോൾ ഇതൊരു പ്രത്യേക സ്കെയിലായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പുതിയ സ്കെയിലായിട്ട്. അപ്പോൾ ഇനിയുള്ള പാതയിൽ ഇനിയുള്ള നമ്മുടെ പ്രയാണത്തിൽ സെക്രട്ടേറിയറ്റും യൂണിവേഴ്സിറ്റിയും PSCയും ലോക്കൽ ഫണ്ടും ഒക്കെ നമുക്ക് ഒരുമിച്ച് അവകാശം നേടിയെടുത്തുകൊണ്ട് ഒരേ തുല്യമായ പരിഗണന നേടിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ആ ഡിസ്പാരിറ്റി, സെക്രട്ടേറിയറ്റ് പാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ മറുപടി കൊണ്ടുവരും, മറ്റുള്ളവർ മറുപടി കിട്ടേണ്ട കാര്യങ്ങളോ വരുന്നില്ല. തുല്യമായ പാതയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നു. അതുപോലെ ഈ പ്രസ്ഥാനം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നിങ്ങൾ വളരെ പ്രൗഢഗംഭീരമായി വളരെ ഉജ്ജ്വലമായി ഈ സമ്മേളനം നിങ്ങൾ സംഘടിപ്പിച്ചു. വന്ന് കയറിയപ്പോഴേക്കും വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടം നമ്മളുടെ സർവീസിലുള്ള ജീവനക്കാർ ഏറ്റവും ദുരിതം അനുഭവിച്ച അനുഭവം സർവീസ് ചരിത്രത്തിൽ നമുക്കുണ്ടായ ഏറ്റവും വലിയ കറുത്ത അനുഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ LDF ഭരണകാലഘട്ടത്തിൽ കൊണ്ടുവന്ന പെൻഷൻ പ്രായം ഏകീകരണമായിരുന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ ഒരു പ്രൊമോഷൻ 2 പ്രൊമോഷൻ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. നമ്മളെപ്പോലുള്ള സെക്രട്ടേറിയറ്റ് ജീവനക്കാരെപ്പോലുള്ള സമാന സർവീസിലിരിക്കുന്നവർക്കൊക്കെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ? റിട്ടയർ ആയി കഴിഞ്ഞാൽ കിട്ടുന്ന പെൻഷൻ. നമുക്ക് മാത്രമല്ല, നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യയ്ക്കോ കുടുംബത്തിനോ കിട്ടുന്ന ഫാമിലി പെൻഷൻ വരെ ഈ ഒരു പ്രൊമോഷൻ 2 പ്രൊമോഷൻ പോയപ്പോൾ നമുക്ക് വന്ന നഷ്ടം വളരെ വലുതാണ്. ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വിങ്ങുന്ന മനസ്സുമായിട്ടാണ് പല ജീവനക്കാരും വന്ന് വിരമിച്ചു പോയത്. അഡീഷണൽ സെക്രട്ടറി ആകേണ്ടവർ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും ജോയിൻറ്റ് സെക്രട്ടറി ആകാൻ ഡെപ്യൂട്ടി ആകാതെ അണ്ടറായിട്ടും ഒക്കെ റിട്ടയറായ അവസ്ഥ. അന്ന് അതിനെതിരെ തമാമൊരു അക്ഷരം ഉരിയാടുവാൻ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊന്നും തയ്യാറായില്ല. ഒരിടതുപക്ഷ പ്രസ്ഥാനവും തയ്യാറായില്ല. ഇടതുപക്ഷ സർവീസ് സംഘടന എല്ലാം അതിന് ഓശാരമാടിക്കൊണ്ട് പിന്നിൽ നിൽക്കുകയായിരുന്നു. തിരിച്ച് ഭരണം മാറി, കാലങ്ങൾ മാറി. ആരാധ്യനായ ഉമ്മൻചാണ്ടി സാർ ഭരണം ഏറ്റെടുത്തു. ആ ജീവനക്കാരുടെ മേൽ സർവനാശം വിധിച്ചിരുന്ന ആ പെൻഷൻ പ്രായം ഏകീകരണം എടുത്തു കളഞ്ഞു. നമുക്ക് 56 വയസ്സാക്കി ഉയർത്തി തന്നു. ജീവനക്കാരുടെ മേഖലയിൽ UDF സർക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. 56 വയസ്സാക്കി തന്നു. ഫലത്തിൽ 56 അല്ല കിട്ടേണ്ടത്, ഇപ്പം ഇതാ വരാൻ പോകുന്നു.
പങ്കാളിത്ത പെൻഷനുള്ളവർക്കെല്ലാം 60 പോവുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പെൻഷൻ പ്രായം ഉയർത്തപ്പെടണം. 58 നമുക്കായി കിട്ടണം. ഈ മേഖലയിൽ തികഞ്ഞ അനീതി തന്നെയാണ് നടക്കുന്നത്. കാരണം നമ്മൾ നോക്കിയാൽ ഇവിടെ തൊഴിലില്ലായ്മയില്ല, തൊഴിൽ ചെയ്യാൻ ആളില്ലാത്തതാണ് ഇവിടെ പ്രശ്നം. നമ്മൾ കേരളത്തിൽ യഥാർത്ഥ വസ്തുത നോക്കിയാൽ തൊഴിലില്ലായ്മയില്ല, തൊഴിൽ ചെയ്യാൻ ആളില്ല. അതാണ് അതിൻ്റെ വസ്തുത. അധ്യാപക മേഖലയിൽ നമുക്കറിയാം 2 ലക്ഷത്തോളം പേര് വർക്ക് ചെയ്യുന്നു, 2 ലക്ഷത്തോളം. അതിൻ്റെ എത്രയോ ഇരട്ടി അധ്യാപകരാണ് ഇവിടെ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അധ്യാപക പണിയെടുക്കുന്ന സ്വകാര്യ മേഖലയിൽ എടുക്കുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എത്രയോ ഇരട്ടി വരും. എന്നിട്ടും PSCയുടെ പരീക്ഷ പബ്ലിക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം അപേക്ഷിക്കും. ഇതിൻ്റെ കാരണം എന്താ? തൊഴിലില്ലാത്തത് കൊണ്ടല്ല. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ മാന്യമായ സേവന വേതന വ്യവസ്ഥകൾ സ്വകാര്യ മേഖല വരണം. അതാണ് ഇവിടെ പരിഹാരം. സ്വകാര്യ മേഖലയിൽ മാന്യമായ സേവന വേതന വ്യവസ്ഥകൾ വന്നാൽ ഇവരാരും സർക്കാർ മേഖലയിലേക്ക് വരാൻ തയ്യാറായില്ല. സർക്കാർ മേഖല വിട്ടിട്ട് അവരെല്ലാം സ്വകാര്യ മേഖലയിൽ നിൽക്കും. അപ്പോൾ യഥാർത്ഥ പ്രശ്നം തൊഴിലില്ലായ്മയല്ല, ആ മേഖലയിൽ സ്വകാര്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം. അപ്പം അത്തരം പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് നമുക്കറിയാം ഈ വർഷത്തെ പെൻഷൻ ബാധ്യത 8,186 കോടിയാണ്. ഏകദേശം നമ്മുടെ ശമ്പളത്തിൻ്റെ പകുതിയോളം വരുന്നു. ഇതൊക്കെ ഒരു പരിഹാരമാകണം. നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെൻഷൻ ബാധ്യത നിൽക്കുന്ന 1000, 500, 1500, 2000 കോടി പെൻഷൻ ബാധ്യത നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ പാവപ്പെട്ട സംസ്ഥാനമായ കേരളം ഇത്രയും വലിയ ബാധ്യതയുമേറ്റി മുന്നോട്ട് പോകുന്നത്. ഇതിൽ നിന്നൊക്കെ കേരളം രക്ഷപ്പെട്ടാൽ മാത്രമേ നമ്മുടെ പൊതുസമൂഹവും ഈ സംസ്ഥാനവും മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതൊക്കെ ഈ കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സജീവമായ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ സർക്കാർ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ പെൻഷൻ പ്രായം 58 ആക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനിവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, വളരെ ദീർഘമായ പ്രസംഗം നടത്തരുത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വളരെ ഗംഭീരവും പ്രൗഢഗംഭീരവുമായി 17ാമത് സംസ്ഥാന സമ്മേളനം ഫെഡറേഷൻ ഓഫ് ആൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ 17ാമത് സംസ്ഥാന സമ്മേളനവും അതുപോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ 33ാമത് സംസ്ഥാന സമ്മേളനവും 30ാമത് സമ്മേളനവും വളരെ പ്രൗഢഗംഭീരമായി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവിധ ഭാവങ്ങളും തീർന്നുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും വളരെ കരുത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെയും കേരള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെയും പേരിൽ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ആശംസ നേരുന്നതിന് വേണ്ടി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി PJ ആൻ്റണി മാഷിനെ. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ PK കമറുദ്ദീൻ സാറ്, യോഗം ഉദ്ഘാടനം ചെയ്ത NGO അസോസിയേഷൻ്റെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ KV മുരളി സാർ, ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി NL ശിവകുമാർ സാറ്, ശ്രീ KK അബ്ദുൽ അസീസ് സാറ്, ശ്രീ J. ബെൻസി, ശേഷം വേദിയിലിരിക്കുന്ന സർവീസ് സംഘടനകളുടെ ആരാധനയായ നേതാക്കന്മാരെ, കേരള ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും 17ാമത് സംസ്ഥാന സമ്മേളനം ഇന്നലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ സമ്മേളനവും പ്രൗഢഗംഭീരമായി ഈ ക്യാമ്പസിൽ നടക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കില്ല, കാരണം എനിക്കറിയാം ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസം 4 മണിക്ക് ജനറൽ കൗൺസിൽ വന്നതിന് ശേഷം വരവ് ചെലവ് കണക്കും പ്രമേയങ്ങളും ഒക്കെ പാസ്സാക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് തീർച്ചയായിട്ടും ഈ സംഘടനയ്ക്കുള്ളത്. വളരെ ദൂരെ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരായ പ്രവർത്തകരെ തിരിച്ചു പോകാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു സുഹൃത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുക, കാരണം നിങ്ങളോടൊപ്പം സുഹൃത്തുക്കളായ ഞങ്ങളുമുണ്ട് എന്ന് അറിയിക്കുക, ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക മാത്രമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ലക്ഷ്യം. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P. ഹരിഗോവിന്ദനായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം ജില്ലയിൽ അടിയന്തരമായ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഇന്നലെ രാത്രി വൈകി എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് വരണം, ഉച്ചയ്ക്ക് 2 മണിക്ക് മീറ്റിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വിദ്യാലയത്തിലൊന്ന് പോയിട്ട് തിരിച്ച് 11 മണിക്ക് തന്നെ
കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ 3 മണിയായി. ശിവകുമാർ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞ് തുടങ്ങിയിട്ടില്ല, സുഹൃത്ത് സമ്മേളനം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഈ സുഹൃത്ത് സമ്മേളനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, പങ്കുവയ്ക്കേണ്ട ചെറിയ ഒരു കാര്യം മാത്രം പറഞ്ഞു. കഴിഞ്ഞ മാസം സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു വിഭാഗം ഇവിടെ സമരം ചെയ്തു, അത് പരാജയപ്പെട്ടു. സംഘടിതമായ 2002 തുടങ്ങിയ സംഘടിത സമരങ്ങളെയെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും പരാജയപ്പെടുത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ള ചിന്തയിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ ഒറ്റപ്പെട്ട സംഘടനാ ബലം കൊണ്ട് ഇനിയും നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോ വിഭാഗവും ഉൾക്കൊണ്ടേണ്ടതായിട്ടുണ്ട്. സെറ്റോ സംഘടനകളാണെങ്കിൽ തന്നെയും അത് കൂടുതൽ സെറ്റായി അതിൻ്റെ ട്രഷറാണ് പ്രിയപ്പെട്ട ശിവകുമാർ സാർ. കൂടുതൽ ശക്തി ആർജിച്ച് കൂടുതൽ ശക്തമായി നമ്മുടെ സംസ്ഥാനത്ത് നിലകൊള്ളേണ്ട ആവശ്യമാണ്. വിവിധ ആവശ്യങ്ങളോ അല്ലെങ്കിൽ വിവിധ ഡിമാൻഡുകളുടെയോ പേരിൽ നിലനിൽക്കുന്ന കോൺഗ്രസ് അനുഭാവ സംഘടനകളുടെ ശക്തീകരണം അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഡിമാൻഡുകൾ എന്തായാലും നമ്മൾ തൊഴിലെടുക്കുന്ന പണിയെടുക്കുന്ന മേഖല ഏതായാലും ഒറ്റക്കെട്ടായിട്ടുള്ള സമരങ്ങൾക്കും വിലപേശലുകൾക്കും മാത്രമേ ഇനിയും നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ അധ്യാപകരായാലും ശരി, സംസ്ഥാന ജീവനക്കാരായാലും ശരി, യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ആയാലും ശരി, ഒരൊറ്റ കോൺഫെഡറേഷന്റെ കീഴിൽ വന്നുകൊണ്ട് ഒരൊറ്റ സംഘടന എന്ന പൊതു സ്വഭാവത്തോടെ മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് 2002 മുതൽ സംയുക്തമായി നടത്തിയ സമരം മുതൽ ഈ ഫെബ്രുവരിയിൽ നടത്തിയ ഇടതുപക്ഷത്തിന്റെ സമരം വരെയുള്ള അവയുടെ പരാജയം നമ്മെ തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സുഹൃത്ത് സമ്മേളനത്തിൽ എനിക്ക് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷനോട് പറയുവാനുള്ള ഒറ്റ കാര്യം, നമുക്കൊന്നായിട്ട് മുന്നോട്ട് പോകാം. അതിന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ സർവ്വ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും. ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഡോക്ടർ രാധാകൃഷ്ണൻ, പ്രസിഡന്റ് കോൺഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ്, യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ P.K. കമറുദ്ദീൻ, മറ്റ് വേദിയിലുള്ള സർവീസ് സംഘടന നേതാക്കളെ, സുഹൃത്തുക്കളെ, യൂണിവേഴ്സിറ്റികൾ ശരിക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയാണ് എംപ്ലോയീസും ടീച്ചേഴ്സും. ഇപ്പം കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് തന്നെ വ്യത്യസ്തമായിട്ട് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട്. ഈ ലോകത്ത് നടക്കുന്ന അക്കാഡമിക് ഫീൽഡിൽ വളരെ ശരിയായിട്ട് മനസ്സിലാക്കാനുള്ള അവസരം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇൻ്റർനാഷണൽ ലെവലിൽ അക്കാഡമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ശക്തമായ അക്കാഡമിക് നേതൃത്വം യൂണിവേഴ്സിറ്റി ഉണ്ടാകണം. അതിന് പ്രോപ്പറായിട്ടുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസും അക്കാഡമിക് കൗൺസിലും മറ്റ് ബോഡികളും വേണം. അപ്പം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി UGC ഇതെല്ലാം കരുതി കൂട്ടി ഒരു റെഗുലേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് 2010. അതായത് UGC റെഗുലേഷൻ 2010. ആ റെഗുലേഷൻ നടപ്പാക്കിയപ്പോൾ തന്നെ UGC പറഞ്ഞിട്ടുണ്ട് 6 മാസത്തിനകം സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ ഇത് മറന്നുപോയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ സത്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ റീസെൻ്റായിട്ടുള്ള സെൽഫ് ഡിനൈനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്പറിൽ കൂടുതൽ, ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിലും പലയിടത്തും ക്വാളിറ്റി അവർ സഫർ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഗൈഡ്ലൈൻസോടുകൂടി അത് നിലനിർത്തിയാൽ, ആ ക്വാളിറ്റി നിലനിർത്തിയാൽ മാത്രമേ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇങ്ങനെയുള്ള അക്കാഡമിക് പ്രവർത്തനത്തിന് കൂട്ടായി എംപ്ലോയീസും ടീച്ചേഴ്സും ഒന്നിച്ചു നിൽക്കേണ്ട കാലമായിരിക്കുകയാണ്.
ഇതിനെതിരായിട്ട് ഒരു അക്കാഡമി മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട്, അതും ശരിയാണ്. ഇപ്പം മണൽ മാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്ന പോലെ അക്കാഡമി മാഫിയ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു കാര്യം ശരിയായിട്ട് നടപ്പാക്കാൻ പറ്റാത്ത വിധത്തിൽ അത് LDFിൻ്റെ കാലത്ത് അത് LDFിൻ്റെ രൂപത്തിൽ വരും, UDFിൻ്റെ കാലത്ത് UDFിൻ്റെ രൂപത്തിൽ വരും. ഇവരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അക്കാഡമിക് നിലവാരം ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് ഇനി യൂണിവേഴ്സിറ്റി ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്കും കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ ഒരു യത്നത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ജീവനക്കാരുടെ സെൻട്രൽ പാരിറ്റി നേടുന്നതുൾപ്പെടെയുള്ള എല്ലാ സമര സന്നാഹങ്ങൾക്കും യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സിൻ്റെ കോൺഫെഡറേഷൻ്റെ സഹകരണമുണ്ടായിരിക്കും. അതുപോലെ നമുക്കെല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം ഒന്നിച്ച് നീങ്ങാം. ഈ ഫെഡറേഷൻ ശക്തമായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 18ാം സമ്മേളനം കുറച്ചുകൂടെ ശക്തമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശ്രീ ടി തോമസ്, ജനറൽ സെക്രട്ടറി, ടീച്ചേഴ്സ് ഫെഡറേഷൻ. സദസ്സിലും വേദിയിലിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ഇവിടെ പ്രോഗ്രാം നടക്കുമ്പോൾ നിറഞ്ഞ കവിഞ്ഞൊരു സദസ്സായിരുന്നു. അപ്പോൾ ന്യായമായിട്ടും ഉച്ചയ്ക്ക് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഒരു വളരെ ശുഷ്കമായ ഒരു സദസ്സിനെ മാത്രമേ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഇതുപോലെ ഒരു കേരളത്തിലെ UDF അനുഭാവികളായ എല്ലാ സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അസാധ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേരളത്തിലെ പ്രമുഖമായ 20 സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഒരു UDF സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു അധ്യാപക സംഘടനയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിക്കുന്ന നയപരമായ കാര്യങ്ങളുടെ ഒരു വിശദീകരണമായിരിക്കും സാധാരണ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, രാവിലെ KC ജോസഫ് സാർ പറഞ്ഞു അവരിന്നലെ മന്ത്രിസഭ കൂടിയതിന് ശേഷം 2030 വരെ കേരളത്തിൽ എന്ത് സംഭവിക്കണം എന്നുള്ള രീതിയിൽ ഒരു 17 വർഷത്തിൻ്റെ പദ്ധതിയാണ് ആലോചിച്ചതെന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ ഇതുപോലുള്ള സംഗമങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ ആൾക്കാർ സാധാരണ ചെയ്യുന്നത് ഇവിടെ വന്നിരിക്കുന്ന മന്ത്രിമാരെയും മറ്റുള്ളവരെയൊക്കെ പുകഴ്ത്തി പറഞ്ഞ് നമ്മൾ ന്യായമായിട്ട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇന്ന് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കുവാനായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ 20 വർഷങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ നടപ്പാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന പഞ്ചവത്സര പദ്ധതികൾ പോലും കേരളത്തിൽ നടപ്പാക്കാനായിട്ട് അടുത്ത 20 വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ട അവസ്ഥ നമ്മുടെ സാധാരണ രീതിയിലൂടെ വന്നു ചേരുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പുരോഗമനപരമായ കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു ഭരണ സംവിധാനം നമുക്കില്ലെങ്കിൽ, നമ്മൾ രാവിലെ പലരും വളരെ ആവേശത്തോടെ സംസാരിച്ചതുപോലെ ഒരു യഥാർത്ഥ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സമൂഹത്തെ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മൾ പരാജയപ്പെടും. ഇത് നമ്മളിവിടെ കൂടിയിരിക്കുന്ന UDF അനുഭാവികളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഏത് യൂണിവേഴ്സിറ്റിയിലെയും മാന്യന്മാരായ ആൾക്കാരുടെ സംഘടനയാണ് UDF. അതിലുപരി സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ്. ഏത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്വന്തം കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ സംഘടനകളുടെ സഹയാത്രികരായാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഞാൻ ജോലി ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റിയിലടക്കം UDF ഭരണം ഇവിടെ വന്ന് 2 വർഷം കഴിയുമ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത്, സംഘടനാപരമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മുടെ ഭരണാധികാരികളെ സമീപിക്കുമ്പോൾ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ, നിഷേധാത്മകമായിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംഗമങ്ങളെല്ലാം ഒന്നു ചേർന്ന് തീരുമാനിക്കേണ്ടത്
നമ്മുടെ ഭരണകാലഘട്ടത്തിലെങ്കിലും കഴിഞ്ഞ അതായത് ഇടതുപക്ഷത്തിന്റെ ഭരണ സമയങ്ങളിൽ വേട്ടയാടപ്പെട്ടവരെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ ആവശ്യമായിരിക്കുന്ന നയപരമായ തീരുമാനങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇത് പല യൂണിവേഴ്സിറ്റികളിലും നമുക്കറിയാം, UDF അനുഭാവികളായിട്ടുള്ള ആൾക്കാരെ അവർക്ക് ന്യായമായിട്ട് കിട്ടേണ്ട അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായ ഒരു തീരുമാനങ്ങൾ അല്ലെ വ്യക്തമായ ഒരു നയം ഇതുപോലുള്ള സംഗമങ്ങളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് വെറും ഒരു മോഡിക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സംഗമങ്ങളായിട്ട് മാറും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വരുന്ന വേദിയിലിരിക്കുന്ന പ്രമുഖരായിട്ട് പങ്കെടുക്കുന്ന മന്ത്രിമാരും അതുപോലുള്ള സംഘടനാ നേതാക്കന്മാരൊക്കെ വളരെ തിരക്കിലാണ്. യഥാർത്ഥത്തിൽ ഒരു സംഘടനയുടെ ആവശ്യങ്ങൾ വിളിച്ചു പറയുവാനായിട്ട് ഇവിടെ വരുന്ന വേദിയിൽ അല്ലെങ്കിൽ പ്രസംഗിക്കാനായിട്ട് വരുന്ന ആൾക്കാർ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നതിന് ഇവരൊക്കെ അവരുടെ സ്ഥലത്തെത്തും. അതാണ്ട് കുഴപ്പമൊന്നുമല്ല. അപ്പൊ സാധാരണ രീതിയിൽ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ ഈ 20 പേര് ഒരുമിച്ച് ചെന്ന് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളാണ് നേടിത്തരേണ്ടത്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കണമെന്ന് ശക്തമായിട്ട് ഒരുമിച്ച് നിന്ന് പറയുന്ന സാഹചര്യങ്ങൾ മന്ത്രിമാരോട് പറയുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇന്ന് രാവിലെ പറഞ്ഞപ്പോൾ പല അഭിപ്രായങ്ങളും ഇവിടെ കണ്ടു. 5 യൂണിവേഴ്സിറ്റികൾ വൈസ് ചാൻസലർമാരില്ല. ഒരു വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് ഒരു മാക്സിമം 15 ദിവസത്തിന്റെ കാര്യമേ. ഇത് നടപ്പാക്കാനായിട്ട് സാധിക്കാത്ത, അതിന് ആവശ്യമായിരിക്കുന്ന ഗഡ്സ് ഇല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിൽ UDF അനുഭാവികളായ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്യുന്ന UDF അനുഭാവികൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളിവിടെ കാണുന്നത് പല പൊസിഷൻസിൽ പല ലെവലിൽ ജോലി ചെയ്യുന്ന വിവിധ യൂണിവേഴ്സിറ്റികളിൽ UDF അനുഭാവികളായിട്ടുള്ള കോൺഗ്രസ് സംഘടനകളോട് അനുഭവം പുലർത്തുന്ന ജീവനക്കാരാണുള്ളത്. രാധാകൃഷ്ണ സാർ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിലെ സമാനമായി യോജിച്ച് പ്രവർത്തിക്കുന്ന അധ്യാപകരും മറ്റ് ജീവനക്കാരും ഇന്ന് അധ്യാപകർ അത്ര വലിയ ക്രിട്ടിക്കലൊന്നുമല്ല. കാരണം രാവിലെ പറഞ്ഞു 2 പേര് ഇന്റർനെറ്റിൽ നിന്ന് പഠിക്കുന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സ്ഥാനം ഇന്ന് ജീവനക്കാർക്കാണ്. കാരണം പരീക്ഷകളുടെ റിസൾട്ട് സമയത്ത് പ്രഖ്യാപിക്കുന്നതിനും കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന മറ്റ് സർവീസുകൾ ചെയ്തു കൊടുക്കുന്നതിനും ഏറ്റവും നിർണായകമായുള്ള പങ്ക് വഹിക്കുന്ന ജീവനക്കാരുടെ ഈ സൗഹൃദ സമ്മേളനത്തിൽ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നമസ്കാരം. ശ്രീ KS ഗിരീഷകുമാർ, ജനറൽ സെക്രട്ടറി കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ. ബഹുമാനപ്പെട്ട അതിലേറെ പ്രിയങ്കരനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കമറുദ്ദീൻ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത NGO അസോസിയേഷൻ സെക്രട്ടറി ശ്രീ KV മുരളി, ശ്രീ രാധാകൃഷ്ണൻ സാർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വിവിധ യൂണിവേഴ്സിറ്റികളിലെ എൻ്റെ പ്രിയ സംഘടനാ സുഹൃത്തുക്കളെ, FEOയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അസീസ് സാർ, ജനറൽ സെക്രട്ടറി ശ്രീ NL ശിവകുമാർ, ഇത് യാത്രയയപ്പും സുഹൃത്ത് സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മളോടൊപ്പം വർഷങ്ങളായി പ്രവർത്തിച്ച് FEOയുടെ സർവപ്രവർത്തനങ്ങളിലും സദാ ജാഗരൂകനായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അസീസ് സാർ, അസീസ് സാറിന് യാത്രയയപ്പ് നൽകുന്ന ഒരു സമ്മേളനമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. എത്ര പറഞ്ഞാലും
അത് അതിശയോക്തി ആകത്തില്ല എന്നെല്ലാവർക്കും അറിയുകയും ചെയ്യാം. വളരെ സൗമ്യനും എന്നാൽ കാര്യങ്ങളെ അതീവ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സംഘടനാ രംഗത്ത് അദ്ദേഹം വേറിട്ട് നിൽക്കുകയാണ്. ഏത് സമയത്ത് വിളിച്ചാലും എന്ത് കാര്യം ബോധിപ്പിക്കാനും അദ്ദേഹം സർവാത്മന മനസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഏവർക്കും അറിയാം. വിരമിക്കൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. സംഘടനയ്ക്ക് അതിലേറെ വലിയ നഷ്ടമാണ് ശ്രീ അസീസ് സാറിനെ പോലെ കർമ്മനിരതനായ ഒരു വ്യക്തി സംഘടനയുടെ തലപ്പത്ത് നിന്ന് മാറുന്നത്. കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ്റെ പേരിലും അതോടൊപ്പം തന്നെ FEOയുടെയും എല്ലാവിധ ഭാവങ്ങളും അദ്ദേഹത്തിന് ഞാൻ ആശംസിക്കുകയാണ്. ശിഷ്ടജീവിതം വളരെ കർമ്മനിരതമായി മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പറയുന്നു. ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നതാണ്. നമുക്കറിയാം, യൂണിവേഴ്സിറ്റികളിൽ FEO എന്ന് പറയുന്നത് വിവിധ യൂണിവേഴ്സിറ്റികളിലെ സംഘടനാ പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത്. നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ഒരു സംഘടന എന്ന് പറയുന്നത് അതിൻ്റെ ശക്തി വെളിവാകുന്നത് അംഗങ്ങളുടെ ശക്തിയാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, സർവകലാശാലകളിൽ നിയമനങ്ങളില്ല. PSCക്ക് വിട്ടത് എങ്ങും എത്തിയിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ 600-ൽ കൂടുതൽ താൽക്കാലിക ജീവനക്കാർ പണിയെടുത്തുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് എത്ര കാലം തുടരാനാവും? രാവിലെ ഇവിടെ മന്ത്രിമാരെല്ലാം പ്രസംഗിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. ആളിൻ്റെ സ്ഥാനത്ത് ആളില്ലാതെ, പ്രവർത്തിക്കാൻ മനുഷ്യനില്ലാതെ, പ്രവർത്തിക്കാൻ ജീവനക്കാരില്ലാതെ ഒരു സർവകലാശാല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? സർവകലാശാലയ്ക്ക് സമൂഹത്തോടുള്ള ബാധ്യതകൾ എങ്ങനെ നിറവേറ്റാൻ കഴിയും? അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമ്മേളനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. സർവകലാശാല ജീവനക്കാർ അസംതൃപ്തരാണ്. എന്തുകൊണ്ടും അസംതൃപ്തരാണ്. UDF സർക്കാർ അല്ല അതിന് ഉത്തരവാദികളെന്ന് നമുക്കറിയാം. LDF സർക്കാരിൻ്റെ ശമ്പള പരിഷ്കരണമാണ്. ഒരു ജീവനക്കാരൻ്റെ മനോവീര്യം കെടുകയോ അല്ലെങ്കിൽ അയാൾ മാനസികമായി അസംതൃപ്തനാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാവും? ഇന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തിരമായി FEO ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കളും, അതോടൊപ്പം തന്നെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. അടിയന്തിരമായി പരിഹാരം കാണേണ്ട വിഷയമാണിത്. അസംതൃപ്തി മാറ്റുക 1. 2, അടിയന്തിരമായി നിയമനം നടത്തുക. നാം എല്ലാം ഒരുമിച്ച് അതിലേക്കായി വരും ദിവസങ്ങളിൽ പ്രയത്നിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. ജയ് ഹിന്ദ്. ശ്രീ UV രാജഗോപാലൻ, പ്രസിഡന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കമറുദ്ദീൻ സർ, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ KV മുരളി സർ, വേദിയിൽ സദസ്സിനുമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇതൊരു യാത്രയപ്പ് സമ്മേളനം കൂടിയാണല്ലോ. നമ്മുടെ പ്രിയങ്കരനായ ഫെഡറേഷൻ്റെ നേതാവ് ശ്രീ അസീസ് സാറിൻ്റെ യാത്രയപ്പിൻ്റെ ഈ വേളയിൽ നിൽക്കുന്നതായിട്ടാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഇപ്പോൾ അസീസ് സാർ കഴിഞ്ഞ 34 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുകയാണ്. അദ്ദേഹം സർവീസിലുള്ള പോലെ തന്നെ സംഘടനയുടെ ഫെഡറേഷൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ തലത്തിലുള്ള നേതൃത്വ സ്ഥാനം വഹിച്ച് അവസാന ഘട്ടത്തിൽ പ്രസിഡൻ്റായിരിക്കുന്ന ഈ കാലത്താണ് അദ്ദേഹത്തിന് ഫെഡറേഷന് സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാക്കാനുള്ള അവസരം ലഭിച്ചത്. ഇത് അദ്ദേഹത്തിൻ്റെ എന്നും ഫെഡറേഷനെ ഓർമ്മിക്കാനുള്ള അവസരമാണ് നൽകിയിട്ടുള്ളത്. അസീസ് സാറിനോട് സംഘടനയ്ക്കും ഫെഡറേഷനും എന്നും ഒരു കടപ്പാട് ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യും. ഇത് മാത്രമാണ്
അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെയും എൻ്റെ സ്വന്തം പേരിലും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രീ ടി ജോൺസൺ, ജനറൽ സെക്രട്ടറി, NT യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കമറുദ്ദീൻ സാഹിബ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ പ്രിയ ഫെഡറേഷൻ്റെ സജീവ പ്രവർത്തകർ, നേതാക്കന്മാർ, ഫെഡറേഷൻ രൂപീകൃതമായതിനു ശേഷം പല യാത്രയയപ്പ് സമ്മേളനങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ യാത്രയയപ്പ് സമ്മേളനത്തിൽ നമ്മൾ യാത്രയയപ്പ് നൽകുന്ന ശ്രീ അബ്ദുൾ അസീസ് KK അവറുകൾ, അദ്ദേഹത്തിൻ്റെ സ്മരണ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കും എന്നുള്ളത് നമ്മുടെ ഒരു സംസ്ഥാന ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് പണിതതുമായി ബന്ധപ്പെട്ട് വെറുമൊരു വാചക കസർത്ത് മാത്രമല്ല, രേഖാമൂലമുള്ള തെളിവ് മറ്റൊരു പ്രസിഡന്റിനോ മറ്റൊരു ജനറൽ സെക്രട്ടറിക്കോ ലഭിക്കാത്ത ഒരു അംഗീകാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. നമ്മുടെ ആധാരത്തിൽ നല്ല സുസ്മേരവദനായ കളർ ഫോട്ടോ ശ്രീ അബ്ദുൾ അസീസിന്റെ ആധാരത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശിവകുമാറിന്റെ. അപ്പോൾ ആരൊക്കെ സർവീസിൽ നിന്ന് വിരമിച്ചാലും ആരൊക്കെ ഈ സംഘടനയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോയാലും എന്നും ഈ മാന്യ വ്യക്തിയുടെ ഒരു മുഖം യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ദർശിക്കുവാൻ സാധിക്കുമെന്നുള്ളത് അത് ചില്ലറ ഭാഗ്യമല്ല. ഞാനതൊരു വളരെ ദൈവം കൊടുത്ത ഒരു ഭാഗ്യമായിട്ട് ഞാനതിനെ കണക്കാക്കുകയാണ്. 32 ലക്ഷം രൂപയോളം സമാഹരിച്ച്, നിങ്ങൾക്കറിയാം, 4-5 ക്യാമ്പസുകളിൽ നിന്ന് വളരെ പരിമിതമായിട്ടുള്ള അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ചെടുത്ത്, അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളിൽ നിന്നുമൊക്കെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി സാഹസങ്ങളേറെ അഭിമുഖീകരിച്ച് ദുരിതങ്ങളേറെ നേരിട്ട് ഉണ്ടാക്കിയ ഒരു ആസ്ഥാന മന്ദിരം. വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് ചിന്തിക്കാൻ പോലും, അവർക്ക് ചിന്ത പോയിട്ട് സ്വപ്നം കാണുവാൻ പോലും സാധിക്കാത്തൊരു കാര്യം അത് യാഥാർത്ഥ്യമാക്കി തന്നതിൽ ശ്രീ അബ്ദുൾ അസീസ് അവരുടെ പങ്ക് അത് ഞാൻ എന്നുമെന്നും എൻ്റെ സ്മരണയിൽ നിലനിർത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു സമ്മേളനം കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്, സുഹൃത്ത് സമ്മേളനം. നമ്മുടെ സുഹൃത്ത് സംഘടനകളുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ ആശംസകൾ നമുക്ക് അർപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ നേരിടുന്ന കാലിക പ്രസക്തിയുള്ള പ്രാധാന്യമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ നേതാക്കന്മാർ സവിസ്തരം ഇവിടെ വിസ്തരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സെക്രട്ടേറിയൽ പാരിറ്റി എന്നുള്ളത്. അതിൽ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞു. 3-4 പ്രാവശ്യം ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭരണാധികാരികളെ നമ്മുടെ നേതാക്കന്മാരെ സമീപിച്ചു കഴിഞ്ഞു. അതിന് വളരെ സമയമെടുക്കാതെ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് മുമ്പ് സമ്മേളനത്തിൽ സംസാരിച്ച നേതാക്കന്മാരെല്ലാവരും തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീ അബ്ദുൾ അസീസ് അവറുകൾ റിട്ടയർ ചെയ്തു പോകുന്ന ഈ ഒരു റിട്ടയർമെന്റ്, ഈ ഒരു യാത്രയയപ്പ് സമ്മേളനത്തിൽ സന്തോഷത്തോടു കൂടി താൻ സേവനം ചെയ്ത ഈ കാലം, താൻ പ്രസിഡന്റായിരുന്ന ഈ കാലം, താൻ ആർക്കു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്, ആ കഷ്ടപ്പെട്ട താൻ പ്രതിദാനം ചെയ്ത ജനവിഭാഗത്തിന് അല്ലെങ്കിൽ ആ ജീവനക്കാർക്ക് തന്നാൽ കഴിയുന്നതിൻ്റെ പരമാവധി നേടിക്കൊടുക്കുവാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ ശ്രീ അബ്ദുൾ അസീസിന്റെ സർവീസിൽ നിന്ന് വിരമിക്കുവാൻ കഴിഞ്ഞത് ജഗദീശ്വരന്റെ അനുഗ്രഹമായി ഞാൻ കാണുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഈ സംഘടനയ്ക്ക് ചെയ്ത എല്ലാ സേവനങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ഞാനൊരു ശിഷ്ടകാലം, ഈ ഒരു സന്തോഷകരമായ ഒരു ജീവിതം അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശ്രീ KD ബാബു, ജനറൽ സെക്രട്ടറി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കമറുദ്ദീൻ സാർ, ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അസീസ് സാർ, ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ ശിവകുമാർ, വേദിയിലെ മറ്റ് നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിലെ അവിടുത്തെ നേതാക്കൾ സ്ഥിരമായി തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടെ താമസിക്കുക എം ജി എം ലോഡ്ജിലാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വളരെ സുഖകരമായ ഒരവസ്ഥയിലാണ്. അവിടെ നമുക്കൊക്കെ താമസിക്കാൻ ഒരു ലോഡ്ജിനേക്കാൾ സൗകര്യമുള്ള ഒരു ആസ്ഥാന മന്ദിരം അവിടെ ഉണ്ട്. അത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പക്ഷേ ഞങ്ങളായിരിക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി താമസിക്കുന്നതിന് ഓരോ ആവശ്യത്തിന്. അതിൻ്റെ ആ ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിനുള്ള ആ ഒരു ബിൽഡിംഗ് വാങ്ങുന്നതിൻ്റെ എഫേർട്ട്, അതിന് നേതൃത്വം കൊടുത്ത അസീസ് സാറിനെ നമ്മൾ എന്നും ഓർക്കുമെന്ന് മാത്രമാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. ഈ വേദിയിൽ അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എംപ്ലോയീസ് യൂണിയൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും ഭാവിയിൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം, നിർദ്ധരിപ്പിക്കുന്നില്ല. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ വെറ്റിനറി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റികളിലുള്ള സാങ്കേതിക വിഭാഗം ജീവനക്കാരെ, ടൈപ്പിസ്റ്റുകൾ തുടങ്ങിയവർക്ക് വളരെ ഭീകരമായ മാരകമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന് പരിഹാരം കാണാനായിട്ട് നിരന്തരമായ ഫെഡറേഷൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. അതേസമയം UDF ഗവൺമെൻറ് കഴിഞ്ഞ 10-20 മാസക്കാലമായി വിവിധ വിഭാഗം ജീവനക്കാർക്ക് വിവിധ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. ശ്ലാഘനീയമായ സംഗതിയാണ്. അതോടൊപ്പം ഈ വിഷയങ്ങളിലും നമുക്ക് ഒരുമിച്ച് പോകേണ്ടതുണ്ട്. അപ്പോൾ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ഒന്നിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറയുന്നു. അതോടൊപ്പം PSUമായിട്ടുള്ള നിയമനം അതും അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും 50% ഒഴിവുകൾ കിടക്കുന്നു. അത് വെട്ടിക്കുറയ്ക്കാനായുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. ഈ സാഹചര്യത്തിൽ അതിലും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അസീസ് സാറിന് ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രീ JN ചാലിൽ, ജനറൽ സെക്രട്ടറി, കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ PK കമറുദ്ദീൻ സാഹിബ് അവർകളെ, നമ്മുടെ ആദരണീയനായ ഉദ്ഘാടകൻ ശ്രീ KV മുരളി, അതുപോലെ വേദിയിലിരിക്കുന്ന ഫെഡറേഷൻ്റെ സൗഹൃദ സംഘടനാ നേതാക്കളെ, ഭാരവാഹികളെ, ഫെഡറേഷൻ്റെ അംഗസംഘടനാ നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൾ അസീസ് സാർ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുകയാണ്. അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് അദ്ദേഹം സ്വന്തം അനിയനെ പോലെ കാണുന്ന ഒരു സഹപ്രവർത്തകനെ കണ്ണൂർ സർവകലാശാലയിലേക്ക് കൈപിടിച്ച് പറഞ്ഞവിടെയാണ്, ഇതാ നിങ്ങൾക്ക് ഞാനൊരു അംഗത്തെ തരുന്നു, ഇവനെ കാത്തു സൂക്ഷിക്കുക. അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് ഞങ്ങൾ നിറവേറ്റിയിരിക്കുകയാണ്. ആ സഹോദരൻ ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ കരുത്തുറ്റ ഒരു പ്രവർത്തകനും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. സൗമ്യനാണെങ്കിലും സംഘടനാ പ്രവർത്തനത്തിൽ അതിൻ്റെ ഷാർപ്നെസ്സും അതിൻ്റെ കാഠിന്യവും എപ്പോഴും നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ഈ അബ്ദുൾ അസീസ് സാറിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഇവിടെ നേർന്നുകൊള്ളുകയാണ്. അതുപോലെ ഈ വേദിയിലിരിക്കുമ്പോൾ കഴിഞ്ഞ ഫെഡറേഷൻ്റെ എല്ലാ സമ്മേളനങ്ങളിലും ക്യാമ്പുകളിലും ഒക്കെ കാണുന്ന രണ്ട് മുഖങ്ങൾ നിങ്ങൾ ആരും ഓർക്കുന്നതെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ സമ്മേളനത്തിൽ ആരും ഒരാൾ പേര് പ്രതിപാദിച്ചു. കാരണം അവരുടെ മുഖങ്ങൾ നമുക്കിവിടെ കാണാനില്ല. നമ്മുടെ പ്രിയപ്പെട്ട പണിക്കർ സാറും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോലി ചെയ്ത് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ വേദവ്യാസ സാർ,
ഈ വേദിയിൽ അവരില്ലെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷന് വേണ്ടി ഫെഡറേഷൻ്റെ അംഗസംഘടന എന്ന നിലയിൽ അവരെ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളതിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കണ്ണൂർ സർവകലാശാലയ്ക്ക് വേണ്ടി, കണ്ണൂർ സർവകലാശാലയുടെ ഓരോ അംഗത്തിനും വേണ്ടി, ഇവിടെ ഫെഡറേഷന് വേണ്ടി നന്ദി പറയും. അതുപോലെ ഇന്നലെ ഇവിടെ കഴിഞ്ഞിട്ടുള്ള കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ 33ാമത് സമ്മേളനത്തിൽ ഭംഗിയായി നടന്നതായി അറിയുന്നു. ആ സമ്മേളനം ഭംഗിയായി നടത്തിയിട്ടില്ല അതിൻ്റെ ഭാരവാഹികൾക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ എല്ലാ ആശംസകളും നന്ദിയും അർപ്പിക്കുന്നു. സർവകലാശാലയിലെ പ്രതിസന്ധികളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളതിനാൽ കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതെ എല്ലാവർക്കും ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ NG ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ്, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് അസോസിയേഷൻ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ കമറുദ്ദീൻ സാർ, ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ അസീസ്, ജനറൽ സെക്രട്ടറി ശ്രീ NL ശിവകുമാർ, വേദിയിലിരിക്കുന്ന സർവീസ് സംഘടനാ നേതാക്കളെ, അംഗസംഘടനാ നേതാക്കളെ, പ്രതിനിധികളെ, സഹപ്രവർത്തകരെ, ഇന്ന് നമ്മുടെ ഈ വേദിയിൽ നമ്മൾ യാത്രയപ്പ് നൽകുന്ന ശ്രീ അബ്ദുൽ അസീസ്, അദ്ദേഹത്തോടൊപ്പം സംഘടനയുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘടനയുടെ പ്രവർത്തനത്തിൽ മുതൽ, എംപ്ലോയീസ് യൂണിയൻ്റെ പ്രവർത്തനത്തിൽ മുതൽ ഫെഡറേഷൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനത്തിൽ സഹകരിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കാറുള്ള ആത്മാർത്ഥതയും അതുപോലെ സംഘടനാ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഉള്ള നിശ്ചയദാർഢ്യവും ആ നിശ്ചയത്തിൻ്റെ കരുത്തുമൊക്കെ ഒരുപാട് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് പല കാര്യങ്ങളിലും സംഘടനയുടെ പ്രവർത്തന കാര്യങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാക്കാലും അതല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നുള്ള സൂചനകളിലും ലഭിച്ചിട്ടുണ്ട്. അത് വളരെയധികം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആലങ്കാരികമായിട്ടത് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു അധികപ്പറ്റാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാനത് പറയുന്നതിൽ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ വേറെ കൂടുതലായിട്ടൊന്നും പറയാതെ അദ്ദേഹത്തിന് ഇനിയുള്ള കാലത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രകടമാക്കിക്കൊണ്ട് അത് മൊത്തം സമൂഹത്തിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് 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 മുന്നേറാനാവട്ടെ എന്ന് ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്കും സംസ്കൃത സർവകലാശാല സ്റ്റാഫ് അസോസിയേഷൻ്റെ പ്രതിനിധി എന്ന നിലയിലും ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2-3 കാര്യങ്ങൾ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ഫെഡറേഷൻ സർവകലാശാല ജീവനക്കാരുടെ കാര്യങ്ങളിൽ ഒരുപാട് ആക്റ്റീവായിട്ട്, വളരെയധികം ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതിൻ്റെ ഫലങ്ങൾ പലതും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, ഇപ്പോഴും പലതും കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇനിയും പലതും കിട്ടാനുണ്ട്, പല ഘട്ടങ്ങളിലാണെന്നൊക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ളതാണ്. അതിൽ ഒരുപക്ഷെ പരാമർശിക്കപ്പെട്ടുവോ എന്നെനിക്കറിയില്ല. പല മേഖലകളിലും സർക്കാർ ഒരുപാട് തസ്തികകൾ അനുവദിച്ചായിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ സർവകലാശാല മേഖലയിൽ വേണ്ടത്ര തസ്തികകൾ അനുവദിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. അതേസമയം തന്നെ നിലവിലുള്ള പല തസ്തികകളും പോകുന്നൊരു സ്ഥിതിയിലേക്കും
കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാണ് സൂചനകൾ. ആ കാര്യത്തിൽ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ വേണം. രണ്ടാമത്, സർവകലാശാലയിലെ നിയമനങ്ങൾ, അത് PSCക്ക് വിടുന്ന കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിപ്പോഴും സ്തംഭനാവസ്ഥയിലാണ്. അത് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ താലത്തിൽ വെച്ചുകൊണ്ട് ഇടതുപക്ഷ സംഘടനകളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. ആ ഒരു അവസരം ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് തന്നെ PSC വഴിക്ക് സർവകലാശാലയിൽ നിയമനങ്ങൾ നടത്താനുള്ള നടപടികളിൽ ഫെഡറേഷനും മറ്റ് നമ്മളോട് സഹകരിച്ച മറ്റ് സഹോദര സംഘടനാ പ്രതിനിധികളും നേതാക്കളും വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, സർക്കാർ പെൻഷൻ പ്രായം ഉയർത്തിയതിനെ സംബന്ധിച്ച് പല സർവകലാശാലകളിലും ആക്ട് പ്രകാരം 55 വയസ്സുള്ള പ്രായപരിധി ഇപ്പോഴും ആ ചട്ടങ്ങളിൽ അവിടെ അങ്ങനെ കിടക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ആക്റ്റിൽ വേണ്ട ഭേദഗതികൾ ഉണ്ടായാൽ നിയമപരമായി സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പ്രായം ഉയർത്തുന്ന പ്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ, അതിന് നിയമപ്രാബല്യം ലഭിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ആ ആക്റ്റിൽ വേണ്ട ഭേദഗതികൾ വരുത്താനുള്ള നടപടികൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. മറ്റൊന്ന്, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തോടനുബന്ധിച്ച് സർവകലാശാലയിലെ പല തസ്തികകളും ടൈപ്പിസ്റ്റ് വിഭാഗം, ടെക്നിക്കൽ വിഭാഗം ഉൾപ്പെടെയുള്ള തസ്തികകൾ വെട്ടിനിരത്തപ്പെട്ടു പോയിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കാൻ കൂടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ വേണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുന്നു. ഈ കാര്യത്തിൽ ഫെഡറേഷൻ്റെ അടിയന്തരമായ ശ്രദ്ധ പതിയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് സാറിനെ ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ ആകട്ടെ, കൂടുതൽ ഉയരങ്ങളിലെത്താൻ അവസരമുണ്ടാകട്ടെ, കൂടുതൽ അവസരങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ MD റോയ്, സെക്രട്ടറി, കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. നമ്മുടെ ഇന്നത്തെ ആരാധനായ അധ്യക്ഷൻ കമറുദ്ദീൻ സർ, നമ്മുടെ FEOയുടെ പ്രസിഡന്റ് അസീസ് സർ, ജനറൽ സെക്രട്ടറി ശിവകുമാർ സർ, മറ്റ് FEOയുടെ വേദിയിലും സദസ്സിലുമുള്ള കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എംപ്ലോയീസ് യൂണിയൻ ഇപ്പോൾ വെറ്ററിനറി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ തുടങ്ങിയിട്ട് 2 കൊല്ലമേ ആവുന്നുള്ളൂ. അതിൻ്റെ പ്രാരംഭ ദിശയിലാണ് ഞങ്ങൾ, ശൈശവ ദിശയിൽ. എന്തായാലും ഇവിടെ ഞങ്ങൾ റിട്ടയർ ചെയ്തു പോകുന്ന അസീസ് സാറിനെ FEOയുടെ ഇതിൽ എല്ലാ അസീസ് സാറിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാർ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. സാറ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ FEOയുടെ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ സെലക്ഷൻ ഗ്രേഡ് അസിസ്റ്റൻസിൻ്റെ നാമകരണത്തിൻ്റെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്നുള്ള നാമകരണത്തിന് ചെയ്യുന്നതിനും എല്ലാം മുൻകൈ എടുത്ത് ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാറിന് കഴിഞ്ഞു. അതിന് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. നമ്മളിൽ നിന്ന് സാറ് റിട്ടയർ ചെയ്തു പോവുകയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സാറുണ്ടാകും. സാറിന് ഇനിയുള്ള ജീവിതം ജഗദീശ്വരൻ എല്ലാവിധ നന്മകൾ കൊണ്ടും ആയുരാരോഗ്യങ്ങൾ കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെറ്ററിനറി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളു. പിന്നെ FEOയുടെ ഓട് പറയാനുള്ള, ഞങ്ങളുടെ വെറ്ററിനറി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന് പറയാനുള്ളത്, ഞങ്ങളുടെ മാനേജ്മെന്റ് കൗൺസിൽ വെറ്ററിനറി യൂണിവേഴ്സിറ്റി വന്ന് 2 കൊല്ലം കഴിഞ്ഞ് ആവാൻ പോകുന്നു. മാനേജ്മെന്റ് കൗൺസിൽ ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അംഗീകരിച്ചു വന്നില്ല. അതുപോലെ തന്നെ ആക്ട് ഭേദഗതി ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് ഭേദഗതി ചെയ്യേണ്ട കാര്യത്തിൽ എല്ലാം ഇനിയും FEOയുടെ കരുത്തുറ്റ പ്രയത്നമുണ്ടെങ്കിൽ മാത്രമേ അതെല്ലാം നിറവേറാൻ സാധിക്കുകയുള്ളൂ. അതിനെല്ലാം FEOയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ 9ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ
സാങ്കേതിക വിഭാഗം ജീവനക്കാർ ഏറ്റവും അധികമുള്ള വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ മറ്റുള്ള ഇപ്പോൾ സെക്രട്ടേറിയറ്റിനേതിന് തുല്യമായും കിട്ടണമെന്ന് പറയുന്നത് പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും കുറവ് പ്രൊമോഷൻ സാധ്യതയാണ് വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ സാങ്കേതിക വിഭാഗമുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് എല്ലാ കാര്യവും അറിയാവുന്നതാണ്. പറഞ്ഞു ധരിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്നുള്ള ഒരു ഇതിനു വേണ്ടി മാത്രമാണ് പറയുന്നത്. പാരിഷിന്റെ എല്ലാ ഇപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കിയതിൽ നമ്മൾ അസീസ് സാറിനെയും ജനറൽ സെക്രട്ടറിയെയും എല്ലാം ഓർക്കും എന്നുള്ളത് പോലെ തന്നെ ഈ പാരിഷിന്റെ പ്രശ്നങ്ങൾ തീർത്താൽ അതിലുപരി ജീവനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുക ഇനി വരുന്ന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആരായിരുന്നാലും അവർ നിറവേറ്റുകയാണെങ്കിൽ അതാണ് എല്ലാ കാലവും ഓർമ്മ നിൽക്കുക എന്നുള്ളതും കൂടി എൻ്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അതുപോലെ ഇവിടെ നമ്മുടെ ചിത്രപ്രദർശനം നടത്തിയിട്ടുള്ള ജയശ്രീ, അദ്ദേഹത്തെ അറിയില്ല എങ്കിലും എല്ലാവിധ ആശംസകളും യൂണിയന്റെ പേരിൽ നേർന്നുകൊള്ളുന്നു. ഇനിയുള്ള FUOന്റെ മുന്നേറ്റം നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിക്കും കരുത്തു പകരുന്നതാകട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ VS കുഞ്ഞു മുഹമ്മദ്, പ്രസിഡന്റ് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. പ്രിയങ്കരനായ അധ്യക്ഷൻ കമറുദ്ദീൻ സാർ, ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അസീസ് സാർ, ശിവകുമാർ, മറ്റ് പ്രതിനിധികളെ, കേരളത്തിലെ ഏറ്റവും ചെറിയ സർവകലാശാലയായ ഫിഷറീസ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പേരിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ ഭംഗിയായ രീതിയിൽ ഈ സമ്മേളനം ഓർഗനൈസ് ചെയ്തു. നമ്മുടെ സംഘടനയുടെ ശക്തി വിളിച്ചോതുന്നത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിലാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത്. അവരെ മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ ഈ സമ്മേളനത്തിൻ്റെ നമ്മുടെ യാത്രയയപ്പ് കൂടിയുണ്ട്. അസീസ് സാറിൻ്റെ സേവനം അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ വാക്കുകൾക്ക് അടിവരയിടുന്നു. അദ്ദേഹത്തിന് ഫിഷറീസ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിലും അതുപോലെ നല്ല ഒരു ആരോഗ്യകരമായ ജീവിതത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സൗഹൃദവും അനുഭവങ്ങളും എല്ലാം തുടർന്നും ഈ സംഘടനയ്ക്ക് ഉണ്ടാകണമെന്നും ഈ സംഘടനയുടെ വേദികളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഇപ്പോൾ വേക്കൻസി ഉണ്ട്. ഈ ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ഇപ്പോൾ ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം എല്ലാ യൂണിവേഴ്സിറ്റിക്കും കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ, ആ ഗവൺമെൻറ് വലിയ ചിലവില്ലാത്തൊരു കാര്യമാണ്, അതെങ്കിലും ഒരു നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്നുള്ള നിലയിൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനുള്ളവരുടെ ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഓപ്ഷനോ വിളിക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തിയാൽ നമ്മുടെ ഗവൺമെൻറ് കാലത്ത് നടക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അനുമതിയോടുകൂടി ഞാനൊരു വാക്ക് സംസാരിക്കും. വേദിയിലെ നേതാക്കന്മാരെ, പ്രിയമുള്ളവർ, ഈ 17ാം വാർഷിക സമ്മേളനം, നമ്മുടെ സംസ്ഥാന സമ്മേളനം അവസാനിക്കുമ്പോൾ ഈ സമ്മേളനം അവസാനത്തെ സുഹൃസമ്മേളനത്തിന് യാത്രയയപ്പ് കൂടെ ഉണ്ട്. ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഒപ്പം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഇന്ന് വരെ ഞങ്ങൾ അങ്ങോട്ടൊന്നും യാത്ര പറഞ്ഞിട്ടില്ല. അപ്പോൾ അവസാനമെങ്കിലും ഒരു വാക്ക് ഞാൻ പറയാതിരിക്കാൻ പാടില്ല. ഞാനൊരു ഈ സന്ദർഭത്തിൽ 2 വർഷക്കാലത്ത് 22 മാസം ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു ശ്രീ അസീസ് സാർ. ഒരുപാട് അപ്രീസിയേഷൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫെഡറേഷൻ്റെ ആസ്ഥാന മന്ദിരം, വെബ്സൈറ്റ്, ഒരുപാട് കാര്യങ്ങൾ. ഒരുപക്ഷെ ഫെഡറേഷൻ്റെ 32 വർഷത്തെ പ്രവർത്തനത്തിനുണ്ടായി. എല്ലാവരും പ്രഗത്ഭരായ ആളുകളാണ് ഫെഡറേഷൻ്റെ മുൻ ഭാരവാഹികൾ, ആരും മോശക്കാരല്ല. പക്ഷേ ഒരുപാട് ഈ റിട്ടയർ ചെയ്തതിന് ശേഷവും എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം അതാണ്. റിട്ടയർ ചെയ്തു, പ്രസിഡന്റ് സ്ഥാനം വിട്ടിട്ടില്ല. പക്ഷേ ഈ ശമ്പള പരിഷ്കരണം പലരും പിന്നെ ഫെഡറേഷൻ എന്ത് ചെയ്തു എന്ന് റൈറ്റ് ടു ഇൻഫർമേഷനിൽ, ഈ രാജ്യത്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ടല്ലോ. 22 മാസക്കാലത്തിനകത്ത് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഫെഡറേഷൻ കൊടുത്ത നിവേദനങ്ങളുടെ കോപ്പി എടുക്കാൻ ധനകാര്യ വകുപ്പിലാകട്ടെ, വിദ്യാഭ്യാസ വകുപ്പിലാകട്ടെ, പിന്നെ മുഖ്യമന്ത്രിയുടെ ആരെങ്കിലും തയ്യാറായാൽ ഒരു പക്ഷേ നിങ്ങൾ 2 പ്രാവശ്യം ലെറ്റർ പോട്ട് പുതുക്കിയടിക്കേണ്ടി വരും.
ദിവസവും തന്നെ ഇതിനുവേണ്ടി പാതിരായി ദിവസങ്ങളോളം റിട്ടയർ ചെയ്തതിന് ശേഷവും അദ്ദേഹം, കാരണം ഒരിക്കൽ പോലും ഒരു കാര്യത്തിനും എൻ്റെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ, നിങ്ങൾ നേരത്തെ തന്നെ ഭാരവാഹികളായ അദ്ദേഹം വൈസ് പ്രസിഡൻ്റായി നീണ്ടകാലം ഇരിക്കുമ്പോൾ ആദ്യകാലത്ത് 2003 ഞാൻ ട്രഷറായിരിക്കുന്ന സമയം അദ്ദേഹം വൈസ് പ്രസിഡന്റ്, പിന്നെ ജനറൽ സെക്രട്ടറി ആയി. ഇതിനു മുമ്പ് ഞാൻ ഏറെ പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫെഡറേഷൻ്റെ എല്ലാ പ്രവർത്തനവും, ഫെഡറേഷൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും ഈ വളരെ ടെക്നിക്കലായിട്ട് എക്സിക്യൂട്ടീവ് യോഗം കൂടി തീരുമാനങ്ങളാണ്. പലതും ടെലഫോണിക് മെസ്സേജുകളും കമ്മ്യൂണിക്കേഷൻസുമാണ്. ഏറെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ആളുകളുമായി എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു പ്രവർത്തനാനുഭവത്തിൽ അത് നമ്മൾ വളരെ സംഘടനാ പ്രവർത്തനത്തിൽ വരുന്ന പുതിയ ആളുകളടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു ആത്മാർത്ഥത. അതുകൊണ്ടാണ് ശരിക്കും നമ്മളൊന്നും വിചാരിക്കാൻ നടക്കുമെന്ന് കരുതാത്തതാണ്. ഒരു ബിൽഡിംഗ് വാങ്ങിയതുകൊണ്ടല്ല, അത്ര ചെറുതെന്ന് തോന്നിയാലും അതുമാത്രമല്ല പല കാര്യങ്ങളിലും ഏത് കാര്യത്തിലും വളരെ പോസിറ്റീവായിട്ട് ഒരിക്കൽ പോലും അതിനകത്ത് അത് നിരുത്സാഹപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ തടയാനോ ഒരു ശ്രമവും ഒരു സമയത്തും അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന രീതി, അതാണ് ആ സംഘടന, ഈ ഫെഡറേഷനെ ഒരൊറ്റ യൂണിറ്റായി ഒരൊറ്റ ക്യാപ്സ്യൂളായി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത്. ഇതിനോട് ഈ ഇത്രയും കാലം ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ജീവനക്കാരനെന്ന രീതിയിൽ ഈ യൂണിയൻ്റെ പ്രവർത്തനങ്ങളിലും ഫെഡറേഷൻ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ, അത് ഫെഡറേഷൻ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സർവകലാശാല ജീവനക്കാർക്ക് വേണ്ടിയാണ് 33 വർഷത്തെ സേവനം. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ട്. ഒരിക്കൽ പോലും പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും എല്ലാ ഫെഡറേഷൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലും ഞാൻ കാണുന്ന കഴിഞ്ഞ 20 വർഷക്കാലത്തിനകത്ത് കാണുന്ന ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടായാലും ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടായാലും ഇവിടുത്തെ സെക്രട്ടറി ആയിട്ടായാലും ഫെഡറേഷൻ്റെ ഭാരവാഹിയായാലും, അങ്ങനെ ഫെഡറേഷൻ്റെ ഞാൻ കാണുന്ന കാലം, അതിനു മുമ്പും അദ്ദേഹമുണ്ട്, ഞാനിതിൻ്റെ ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവിലേക്ക് വരുന്ന കാലം മുതലുള്ള കാര്യം ഞാൻ പറയും. പിന്നൊരു കാര്യം കൂടെ, ഫെഡറേഷൻ രൂപീകൃതമായ സമയം മുതൽ ഇതിനകത്ത് ഇനി ഫെഡറേഷൻ രൂപീകരിച്ച സമയത്തുള്ള ആരും ഇനി സർവീസിൽ ആരെങ്കിലും മെമ്പർമാർ കാണുമായിരിക്കും, ആ രൂപീകരണത്തിൽ പങ്കാളികളാവുകയോ അതിൻ്റെ ഭാഗമായ ആരും ഇനി സർവീസിലില്ല എന്നതുകൊണ്ടാണ്. എന്തായാലും ഈ ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പ്രവർത്തനവും ഞാൻ വാക്കുകളിൽ പറയാൻ പറ്റാത്തതാണ്. വളരെ വലിയ, അത് ഒന്നും നമ്മൾ ആരും കാണുന്നതിനപ്പുറത്തേക്ക് ഇത്ര വളരെ ഈ ഞാൻ യൂണിവേഴ്സിറ്റി ജീവനക്കാർ എല്ലാവരും കാര്യങ്ങളോടൊക്കെ വളരെ സ്വാർത്ഥരാണ്, വളരെ കാറ്റഗറിക്കലാണ് ഒക്കെ, വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ഇഷ്യൂസിൽ ഒരു വിഷയങ്ങൾ ഞാൻ പറയുന്നില്ല, എല്ലാ വിഷയങ്ങളും അത്രയും വിശാലമായി ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഈ സംഘടനാ പ്രവർത്തന രംഗത്ത് എൻ്റെ ഒരു അനുഭവമായി ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് നന്മകൾ മാത്രമേ വരൂ, നന്മകൾ മാത്രം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്താം. ചുമയും പനി തുമ്മലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ ഇരുന്നത്. അസീസിനോട് ഞാൻ ഉച്ചയ്ക്ക് വരില്ലെന്ന് പറഞ്ഞാണ് പോയതെങ്കിലും ജോൺസണുമായിട്ട് തിരിച്ചിവിടെ വരേണ്ടി വന്നതുകൊണ്ടാണ് വീണ്ടും ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അസീസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇതിൻ്റെ തുടക്കത്തിൽ പ്രവർത്തിച്ചിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അസീസിൻ്റെ പ്രവർത്തനം ഒരിക്കലും ഈ കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനും ഫെഡറേഷനും മറക്കാൻ കഴിയാത്ത അനുഭവം. ശിവകുമാർ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഞാൻ അസീസിനെ വീട്ടിൽ ചെല്ലുമ്പോൾ അസീസ് തിരുവനന്തപുരത്തായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അസീസ് വന്ന് വീണ്ടും തിരുവനന്തപുരത്ത് പോയിരുന്നു. ഏതാണ്ട് വർഷങ്ങളോളം ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരിക്കലും എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അസീസിൻ്റെ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ, ഏതാണ്ട് ശിവകുമാർ പറഞ്ഞ ആ കാലഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അസീസിൻ്റെ ആ ഒരു അതിനോടുള്ള ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ആർക്കും കഴിയില്ല. ഇനി ആരും കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ അതേപോലെ ആ കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വരാം, ആരെങ്കിലുമൊക്കെ വളർന്നു വരാം. പക്ഷേ ഒന്ന് തിരുവനന്തപുരത്ത് പോകാനും ഫെഡറേഷൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ പലരും ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണ് നിലവിൽ. അസീസ് ഉള്ളപ്പോൾ പോലും അസീസിൻ്റെ കൂടെ ഇപ്പം ഞാൻ പ്രവർത്തിച്ച കാലത്ത് എൻ്റെ കൂടെ അസീസ് വരുമായിരുന്നു, അല്ലെങ്കിൽ രാമചന്ദ്രപിള്ള വരുമായിരുന്നു. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന അസീസാണ്. അസീസായപ്പോൾ അസീസിൻ്റെ കൂടെ പോകാൻ പോലും നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ ആളുകൾ ചുരുക്കമായി. നാളെ ഈ കൊച്ചി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം 9 സർവകലാശാല ഉള്ളതിൽ ഏറ്റവും ചെറിയ യൂണിവേഴ്സിറ്റിയാണ് കൊച്ചി യൂണിവേഴ്സിറ്റി. ഈ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫെഡറേഷൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഒരാൾ തിരഞ്ഞെടുത്ത് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള കാര്യമാണ്.
ഇത് സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള ഈ ഫെഡറേഷൻ്റെ ഓഫീസ് രൂപീകരണം നിങ്ങൾക്കറിയാം. ഏത് പ്രസ്ഥാന രൂപീകരണത്തിനും സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ അന്നൊന്നും തർക്കവും പ്രശ്നമാണ്. ഒന്നുമില്ലാതെ അസീസിൻ്റെ ആ രീതി ഒന്നും വേണ്ട. അസീസും ശിവകുമാറുമുള്ള കൂട്ടുകെട്ട് നമ്മളൊക്കെ ക്രിക്കറ്റിൽ കേൾക്കാറില്ല എപ്പോഴും കൂട്ടുകെട്ട് സെലിബ്രിറ്റി ക്രിക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ട് തീർച്ചയായിട്ടും 100% വിജയിച്ചു എന്നതാണ്. അതിൻ്റെ റിസൾട്ടാണ് തിരുവനന്തപുരം പട്ടണത്തിൽ ഹൃദയഭാഗത്ത് നമുക്കൊരു ആസ്ഥാന മന്ദിരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന്. തീർച്ചയായിട്ടും ഒരിക്കലും അത് നമുക്ക് മറക്കാൻ കഴിയില്ല. അസീസിൻ്റെ ആ പ്രവർത്തനം ഞാനെപ്പോഴും അസീസിനോട് ചോദിക്കാറുണ്ട്, പൈസ കഴിഞ്ഞോ, ഇനി എത്ര പൈസ വേണ്ടി വരും ഇതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ വളരെ ആഗ്രഹത്തോടു കൂടി അത് ശരിയാവും എന്ന പ്രതീക്ഷയാണ് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ശിവകുമാർ എവിടെ നിന്നൊക്കെ കടം മേടിച്ചാണ് ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങൾക്കും ഉദ്ഘാടനം നടത്തിയപ്പോൾ തന്നെ എവിടെ നിന്നെല്ലാം പൈസ കടം മേടിച്ചാണ് ശിവകുമാർ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ സംഘടനകളിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൈസ കിട്ടിയതിന് ശേഷം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. എന്തായിരുന്നാലും അത് നടത്തിയെടുക്കണം എന്നുള്ള ആ താല്പര്യം, അത് നടത്തിയേ അടങ്ങൂ എന്ന രണ്ടുപേരുടെയും ആത്മാർത്ഥമായ ശ്രമം അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ച് 37 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഞങ്ങളുടെ കാലത്തൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇവിടെ ആരും സൂചിപ്പിച്ചതുപോലെ ജോൺസൺ ആരും പറഞ്ഞതുപോലെ ജോൺസണൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇത്രയൊരു പൈസ സംഘടിപ്പിച്ച് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കണമെന്ന് ആരും ആലോചിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു ആലോചന അവർ നടത്തുമ്പോൾ അത് സാധ്യമാക്കുകയും ചെയ്ത അവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കൊച്ചി യൂണിവേഴ്സിറ്റി നമ്മളെ വിഷയം ആരും സംസാരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇവിടെ ആൻസൺ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇവർ രണ്ടുപേരും ഒരിക്കലും നമുക്ക് ഈ ഫെഡറേഷൻ്റെയും കൊച്ചി യൂണിവേഴ്സിറ്റി നമ്മളെ വിഷയം മറക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും. അസീസിനെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്താണ്. ഈ ഇത്രയും കാര്യങ്ങളിൽ പ്രവർത്തനത്തിൽ ഇത്രയും ആത്മാർത്ഥത, ഇത്രയും സുതാര്യത, അഴിമതിരഹിതമായ രീതിയിൽ പ്രവർത്തിക്കുക, എല്ലാ കാര്യത്തിലും ചില്ലറ ഇതൊക്കെ ആളുകളോടുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അസീസിന് ഒരു മടിയില്ല, ഏത് പ്രവൃത്തിയില്ല. തിരുവനന്തപുരത്ത് ഇപ്പോൾ രാത്രി പോകാൻ പറഞ്ഞാൽ രാത്രി ഉടൻ കിട്ടുന്ന ട്രാൻസ്ഫറിൽ കയറി പോക്കാണ് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ അങ്ങനെ ഒരാളിന് നാളെ നമുക്ക് കിട്ടുമോ? കൊച്ചി യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായ നഷ്ടം ചെറുതല്ല, വലിയൊരു നഷ്ടമാണ് കൊച്ചി യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായത്. അസീസിൻ്റെ സേവനം ഇനിയും കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസീസ് മറുപടി പ്രസംഗം. ഈ യോഗാധ്യക്ഷനും എൻ്റെ സർവീസ് സംഘടനാ രംഗത്തെ ഗുരുവുമായ ശ്രീ കമറുദ്ദീൻ, ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ശിവകുമാർ, ശ്രീ ബാബു, ശ്രീ രാജഗോപാൽ, ശ്രീ ജയൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ, ജോൺസൺ, കുഞ്ഞു മുഹമ്മദ്, പ്രകാശ്, ഷറഫുദ്ദീൻ, ഷാജി, ഫെഡറേഷൻ്റെ മുൻ സാരഥി ശ്രീ ഗോപി, മറ്റ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ 34 വർഷത്തെ സേവനത്തിന് ശേഷം കൊച്ചി സർവകലാശാല സർവീസിൽ നിന്നും ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 31 റിട്ടയർ ചെയ്തു. അന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ അതിഗംഭീരമായ ഒരു യാത്രയയപ്പ് എനിക്ക് ലഭിച്ചിരുന്നു. അന്ന് ശ്രീ ആൻസനും ശ്രീ സെബാസ്റ്റ്യനും ഉൾപ്പെട്ട അന്നത്തെ ഭരണസമിതി വളരെ വിപുലമായ ഒരു യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും സർവീസിൽ നിന്നും വിരമിക്കുന്ന ആളുകൾ ഫെഡറേഷൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിയണം എന്നുള്ളത് ഒരു സാധാരണ നിയമം തന്നെയാണ്. അതെനിക്കും ഇവിടെ ബാധകമാണ്. ഞാൻ കഴിഞ്ഞ നവംബർ മാസം തുടങ്ങി ഫെഡറേഷൻ്റെ സമ്മേളന നടത്തിപ്പിനായി ഒരു സാഹസം തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട്. കാരണം ഫെഡറേഷൻ സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഗൗരവവും ഗാംഭീര്യവും ഉണ്ടാവണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുള്ളത് കൊണ്ടിട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഒരുപക്ഷെ എൻ്റെ ഒരു ദുർവാശിയായിരിക്കാം
ഈ സമ്മേളനം 4 മാസക്കാലം നീണ്ടു എന്നുള്ളത് വസ്തുതയാണ്. എന്നിട്ടും ശങ്കരൻ പിന്നെ തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞ രീതിയിൽ മുഖ്യമന്ത്രി മാർച്ച് 9, മാർച്ച് 5, ഒടുക്കം മാർച്ച് 7 നമുക്ക് തീയതി അനുവദിച്ചു. അതോടൊപ്പം KPCC പ്രസിഡന്റും ബഹുമാനരായ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് തീയതി അനുവദിച്ചു തന്നു. സംഭവാമി യുഗേ എന്ന് പറഞ്ഞ രീതിയിൽ വീണ്ടും UDF-ൽ പടലപ്പിണക്കങ്ങളും മറ്റും വളരെ രൂക്ഷമായ ദിനമാണ് നമുക്ക് ഈ സമ്മേളനം നടത്താൻ ലഭിച്ചത് എന്നുള്ളൊരു ദുഃഖകരമായ ഒരു വസ്തുത. ഏതായാലും നമ്മുടെ അംഗസംഘടനകളുടെ പ്രാതിനിധ്യം കൊണ്ടിട്ടും അവരുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടിട്ടും അതുപോലെ ഈ സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് ചുക്കാൻ പിടിച്ച കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ ഊർജ്ജസ്വലരായ പ്രവർത്തകരുടെ ആ പ്രവർത്തനങ്ങളുടെ ഫലമായി സമ്മേളനത്തിന് ഒരു ഗാംഭീര്യവും സമ്മേളനം വളരെ വൻപിച്ച വിജയമായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 32 വർഷങ്ങൾക്ക് മുൻപ് ഫെഡറേഷൻ്റെ രൂപീകരണം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നടക്കുമ്പോഴും അന്ന് ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയുന്നു, എൻ്റെ സർവീസ് സംഘടനാ രംഗത്തെ ഗുരു ശ്രീ ഖമറുദ്ദീൻ്റെ കൈപിടിച്ച് കാലിക്കറ്റിൽ ഞങ്ങൾ ആ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് അവിടെ എത്തിച്ചേർന്ന ചിലരിൽ ബാക്കി അവശേഷിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും, ശ്രീ ഖമറുദ്ദീൻ അടക്കമുള്ള ആളുകൾ. ഒരുപക്ഷെ അന്ന് ഈ ഫെഡറേഷൻ്റെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച 4 പേർ, ശ്രീ RS പണിക്കറും ശ്രീ KNM കർത്തയും ശ്രീ ഖമറുദ്ദീനും ശ്രീ B ശ്രീധരൻ നായർ ഉൾപ്പെടെയുള്ള 4 പേർ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചു. ഒരുപക്ഷെ ശ്രീ ഖമറുദ്ദീൻ ഈ ഫെഡറേഷൻ്റെ സാരഥ്യം ഏറ്റെടുക്കേണ്ട ഒരാളായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ ദുഃഖത്തോട് തന്നെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. പക്ഷേ അന്നെല്ലാം ഫെഡറേഷന് കരുത്തുറ്റ ഒരു നേതൃനിര അന്ന് അവശേഷിക്കുമ്പോൾ ശ്രീ ഖമറുദ്ദീനെ പോലുള്ള ആളുകൾക്ക് അതിൽ കടന്നു വരാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത ഒരു സാഹചര്യം അന്ന് ഉണ്ടാകുകയാണ് ഉണ്ടായത്. ഞാൻ ഫെഡറേഷൻ്റെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവസരങ്ങൾ തേടി വരുന്നു. ഫെഡറേഷൻ്റെ ഒരു മുൻ എക്സിക്യൂട്ടീവ് അംഗം, മുൻ വൈസ് പ്രസിഡന്റ്, അത്തരത്തിൽ പ്രവർത്തനങ്ങളിലൂടെ നടന്നു വന്നു. ഒഴിവാക്കാനാവാത്ത ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. എൻ്റെ പ്രവർത്തന മികവോ പ്രവർത്തന കഴിവോ ഒന്നും അന്ന് ഫെഡറേഷൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ മറ്റു സർവകലാശാലകളിലുള്ളവർ ഒരുപക്ഷെ പരിഗണിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രയേറെ ഒരു മിടുക്ക് കാണിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല. പക്ഷേ എന്നോട് എല്ലാ സർവകലാശാലകളിലെയും അംഗസംഘടനകൾ കാണിച്ച സ്നേഹാദരത്തിന് ഞാൻ ഈ അവസരത്തിൽ നിർലോഭം ഞാൻ നന്ദി ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ ഇന്ന് കടപ്പെട്ടവനാണ്. ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാ അംഗസംഘടനകളുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ പ്രവർത്തനം, അതാണ് ആ ഓഫീസ് ഉണ്ടാക്കാൻ. പിന്നെ അത് ഓർഗനൈസ് ചെയ്യാനായിട്ട് നമ്മുടെ സെക്രട്ടറി എന്നും മുൻപന്തിയിൽ, എന്നോടൊപ്പമല്ല എനിക്ക് മുൻപേ സെക്രട്ടറി ഉണ്ടായിരുന്നു. അതും തീർച്ചയായിട്ടും ആ ഒരു ഓഫീസ് മന്ദിരം നമുക്ക് സ്വായത്തമാക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അത് തന്നെയായിരുന്നു. ഏതായാലും ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ ഈ കാലയളവിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത്. കാരണം നിങ്ങൾക്കറിയാം, മുൻകാലങ്ങളിൽ ഉണ്ടാവാത്തത്ര തരത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളാണ് മുൻ സർക്കാരും ഈ സർക്കാരും ഈ കാര്യങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ. ഒരുപക്ഷെ
ഇത്രയേറെ പ്രശ്നങ്ങൾ അവശേഷിക്കുന്ന ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. എൻ്റെ ഓർമ്മയിൽ ഈ 32 വർഷത്തെ സർവീസിനിടയിൽ, 32 വർഷത്തെ ഈ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ജീവനക്കാർക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ ബാക്കിയാവുന്ന ഒരവസരം ഒരിക്കൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. പക്ഷേ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഓരോ ദിവസവും പുതിയ പുതിയ കുരുക്കുകൾ ഓരോ ജീവനക്കാരുടെ മേലും അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ സർക്കാരും മുൻ സർക്കാരും എടുത്തിട്ടുള്ള നിലപാടുകൾ. അതോടൊപ്പം കഴിഞ്ഞ 6-7 വർഷങ്ങളായി ഫെഡറേഷൻ മുൻകൈയെടുത്ത് നടത്തുന്ന നേതൃദിന ക്യാമ്പുകൾ, ആ ക്യാമ്പുകൾ പങ്കെടുത്തിട്ടുള്ള 3 ക്യാമ്പുകൾ ഇപ്പോൾ കഴിഞ്ഞു. ഒന്ന് കുമരകത്തും, ഒന്ന് കണ്ണൂർ കാഞ്ഞങ്ങാടും, ഒന്ന് നിലമ്പൂർ നമ്മളെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി അന്ന് ശ്രീ ഉമ്മൻചാണ്ടി തന്നെ ആ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിട്ട് ഒരു ദിവസം രാത്രി മുഴുവനും നമ്മോടൊപ്പം ചെലവഴിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത അവിസ്മരണീയമായ ഒരു ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത്രയേറെ സമയം നമ്മോടൊപ്പം അദ്ദേഹം ചെലവഴിച്ചു, നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി. അത്തരത്തിൽ ഒരു ക്യാമ്പ് ഫെഡറേഷന്റെ സാരഥ്യം ഏറ്റെടുത്തതിന് ശേഷം സംഘടിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹം കൂടിയായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ ഓഫീസ് മന്ദിരത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്ന ഒരു കാല സമയത്ത് അതിനുവേണ്ട ഫണ്ട് സ്വരൂപിക്കുന്നതിനും അത്തരത്തിലുള്ള ഒരു പ്രയാണത്തിലായിരുന്നു ഫെഡറേഷൻ്റെ സെക്രട്ടറിയും ഞാനും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത് ഞാൻ ഇവിടെ ഖേദപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ജനറൽ കൗൺസിലും മറ്റ് ചർച്ചകളും നടക്കാനുണ്ട്. ഇത്ര നേരം എന്നെ സേവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നാളെ മുതൽ എനിക്കൊരു സന്തോഷമുള്ളത്, നാളെ മുതൽ ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായി എനിക്ക് തെരുവിലേക്ക് ഇറങ്ങാനുള്ള ഒരവസരമാണ് നാളെ മുതൽ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അക്കാര്യത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം നിങ്ങളെയൊക്കെ പിരിയുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ദുഃഖവുമുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി. ചെറിയ ഫെഡറേഷൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ TP ഗോപിനാഥൻ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു വാക്ക്, ഇതിനെ ആശംസയല്ല, ഒരു വാക്ക് അദ്ദേഹം ഇത് ശ്രദ്ധിക്കാൻ എനിക്ക് വളരെ സന്തോഷവും നമുക്കെല്ലാം സന്തോഷമുണ്ട്. ഒരു വാക്ക്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കമറുദ്ദീൻ സാഹിബ്, ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അസീസ് ഖാൻ, ജനറൽ സെക്രട്ടറി NN ശിവകുമാർ, ബാബു, രാജഗോപാൽ, മറ്റു സുഹൃത്തുക്കൾ, ഞാൻ അസീസ് റിട്ടയർ ചെയ്യുന്ന ഈ സമ്മേളനത്തിൽ വന്നില്ലെങ്കിൽ മോശമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ സത്യത്തിൽ ഇന്നലെ വൈകുന്നേരം രാവിലെ നാളെ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറിമാർക്ക് മുഴുവൻ ഒരു സ്വീകരണം നൽകിയ ദിവസമാണ്. അപ്പം അവിടെ സംഘടനയുടെ എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ എന്നെയാണ് അത് ഏൽപ്പിച്ചത്. പക്ഷേ വൈകുന്നേരം 10 മണി, ഒരു 9-9 ആയപ്പോൾ അവിടെ ഇങ്ങനെ ബസ് തൊക്കെ കണ്ടപ്പോൾ അതിലേക്ക് കയറി വന്നു ഈ പരിപാടിക്ക്. എന്തായാലും പങ്കെടുക്കാൻ ഈ പ്രസ്ഥാനവുമായിട്ടുള്ള ആ ബന്ധത്തിന് പേര് വന്നാൽ ഞാൻ ഒന്നും അധികം സമയം പറയുന്നില്ല. നേരത്തെ ആശിക്ക് സൂചിപ്പിച്ച പോലെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്. ഒഫീഷ്യലി നന്ദി പറയുന്നതിന് മുമ്പ് ഒരു നന്ദി എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ സമ്മേളനം 17ാം വാർഷിക സമ്മേളനം, ഫെഡറേഷൻ്റെ സമ്മേളനം, അതിൻ്റെ പ്രൗഢി, ശരിക്കും ഇതിൻ്റെ ഡെക്കറേഷൻ, പരസ്യം, ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു CPM സംഘടനയെ തോൽപ്പിക്കുന്ന രീതി ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ അത്ര വളരെ കളർഫുള്ളായി തന്നെ അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റുകളും ഭക്ഷണമടക്കം വളരെ നന്നായി ഇതിനെ ഹോസ്റ്റ് ചെയ്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനാണ്. അതിൻ്റെ യൂണിയൻ്റെ ഭാരവാഹികളും മുഴുവൻ പ്രവർത്തകരും എന്തുമാത്രം അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനം വിലമതിക്കാൻ കഴിയാത്തതാണ് ഫെഡറേഷൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനോട് കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ എത്ര പേര് ശ്രദ്ധിച്ചുകൂടെ പറഞ്ഞെങ്കിലും ഈ സമ്മേളന ഹാളിൽ ശ്രീമതി ജയശ്രീ വേണുഗോപാലിൻ്റെ ഒരു ചിത്രം, ഞാൻ ഈ ചിത്രങ്ങളെല്ലാം നോക്കി കണ്ടതാണ് തിരക്കിനിടയിൽ. ഇത് ഇങ്ങനെ ചെയ്യാൻ, ഇത് വരയ്ക്കുക മാത്രമല്ല ഇതിവിടെ അവതരിപ്പിക്കാനുള്ള സൗമനസ്യം കാണിച്ചത് വളരെ നന്നായി. ഇത്രയും യൂണിവേഴ്സിറ്റി ജീവനക്കാരെ നല്ല കലാബോധമുള്ള ആളുകളാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ? അതെന്തായാലും വളരെ നല്ല കാര്യമായി. ഫെഡറേഷൻ്റെ നന്ദി ശ്രീമതി ജയശ്രീ വേണുഗോപാലിനോട് പറഞ്ഞുകൊണ്ട് ഇത് ആൻസൺ
ഔദ്യോഗികമായ നന്ദി പറയും. ദീർഘമായ ഒരു നന്ദി പ്രകാശനത്തിന് അരോചകമാവുന്നതുകൊണ്ട് വളരെ ചുരുക്കി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ഈ സുഹൃത്ത് സമ്മേളനവും യാത്രയപ്പ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കമറുദ്ദീൻ സാർ, ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ശിവകുമാർ, ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അസിസിക, വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, വിവിധ സംഘടനാ നേതാക്കളെ, വിവിധ യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ അംഗങ്ങളെ, ഈ 2 ദിവസമായിട്ട് നടന്ന സമ്മേളനങ്ങളിലെ അധ്യക്ഷത വഹിച്ചും അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ പറഞ്ഞതും ആശംസാ പ്രസംഗങ്ങൾ അർപ്പിച്ച എല്ലാവർക്കും, ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. ഇനിയും 2 പ്രോഗ്രാമുകൾ നടത്താനുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ പ്രോഗ്രാമുകൾ നടന്നു വരുന്നു. കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഡേറ്റ് കിട്ടിയത് വളരെ ചുരുങ്ങിയ പീരീഡ് അതിനുശേഷം ഉണ്ടായിരുന്നുള്ളൂ. കാരണം 10-15 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർക്കണമായിരുന്നു. എൻ്റെ പ്രിന്റിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. അതിനിടയ്ക്ക് തന്നെ ഉമ്മൻചാണ്ടി സാറ് വരില്ല എന്ന് പറഞ്ഞു. ആദ്യം നിശ്ചയിച്ചിരുന്ന തീയതികൾ 5ഉം 6ഉം ആയിരുന്നു നിശ്ചയിച്ചിരുന്നത്. 5-ാം തീയതി ഫെഡറേഷൻ സമ്മേളനവും 6-ാം തീയതി യൂണിയൻ സമ്മേളനമായിട്ടായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 5-ാം തീയതി ഉമ്മൻചാണ്ടി സാറിന് ഡൽഹിയിൽ പോകേണ്ടി വരുന്നത് കൊണ്ടിട്ട് ആ ഡേറ്റ് മാറ്റി പിന്നെ 7-ാം തീയതി ആക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് വന്നു. നോട്ടീസ് പ്രിന്റ് ചെയ്യാനായിട്ടും പിന്നെ അതെല്ലാം പലയിടത്തും എത്തിക്കാനായിട്ടൊക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് യോഗം കൂടെ നടത്തി. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം തീരെ കുറവായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ആകാവുന്ന രീതിയിൽ ഞങ്ങൾ ഏതാണ്ടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ ഒരു അഭിനന്ദനം കിട്ടിയതിലും നന്ദി അറിയിച്ചതിലും വളരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ 2 സമ്മേളനങ്ങളിലും, കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ ഫെഡറേഷൻ്റെ സമ്മേളനങ്ങളിലും കഴിഞ്ഞ ദിവസം തന്നെ പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മളുടെ അംഗങ്ങൾ എത്തുകയുണ്ടായി. അവർക്ക് ആവശ്യമായിട്ടുള്ള കിടക്കാനായിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ എല്ലാവരും തൃപ്തരാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ സൗകര്യങ്ങളിലും തൃപ്തരാണ്. എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നിങ്ങളത് സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലും ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ പേരിൽ, ഫെഡറേഷൻ്റെ പേരിലും അതുപോലെ തന്നെ എംപ്ലോയീസ് യൂണിയൻ്റെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.